ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ യാത്ര ചെയ്യുന്നത് 2008-ലെ മുംബൈ നഗരത്തിലേക്കാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം, ഒരിക്കലും ഉറങ്ങാത്ത നഗരം, ബോളിവുഡിൻ്റെ തട്ടകം, പിന്നെ ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വപ്നങ്ങൾ പൂവണിയുന്ന സിറ്റി ഓഫ് ഡ്രീംസ്. പക്ഷേ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആ നഗരത്തിൻ്റെ തിളക്കമല്ല, മറിച്ച് ആ നഗരത്തിൻ്റെ നെഞ്ചിലൂടെ കരുനിഴൽ വീഴ്ത്തിയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭയാനകമായ 3 ദിവസങ്ങളെക്കുറിച്ചാണ്. പാകിസ്ഥാനിൽ നിന്നും കടൽ മാർഗം മുംബൈയിലെത്തിയ 10 ചെറുപ്പക്കാർ ആധുനിക തോക്കുകളും ഗ്രനേഡുകളുമായി നഗരത്തെ മുൾമുനയിൽ നിർത്തിയ കഥയാണിത്. താജ് ഹോട്ടലിൻ്റെ താഴികക്കുടത്തിൽ നിന്നുയരുന്ന കറുത്ത പുകയും CST റെയിൽവേ സ്റ്റേഷനിലെ ചോരപ്പാടുകളും അവസാനം അജ്മൽ കസബ് എന്ന ഏക ഭീകരനെ ജീവനോടെ പിടികൂടുന്നതും വരെയുള്ള സംഭവബഹുലമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകാൻ പോകുന്നത്. ഇത് വെറുമൊരു ആക്രമണത്തിൻ്റെ കഥയല്ല, മറിച്ച് ധീരതയുടെയും അതിജീവനത്തിൻ്റെയും കൂടെയുള്ള ചില വീഴ്ചകളുടെയും നേർചിത്രമാണ്. താജ്മഹൽ പാലസ് ഹോട്ടലിൻ്റെ ജനലുകളിൽ നിന്ന് തീനാമ്പുകൾ പുറത്തേക്ക് വരുന്ന ആ ദൃശ്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. ആ ഒരൊറ്റ ചിത്രം മതി അന്ന് നടന്നതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രി യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഇപ്പോൾ അവിടെ എത്ര സമയമായി എന്നതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുക. കാരണം ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ കഥ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ആ ഫാൻ ഓൺ ചെയ്യുക. ഇന്ന് രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നവംബർ 26, 2008. സമയം വൈകുന്നേരം. അറബിക്കടൽ പതിവ് പോലെ ശാന്തമാണ്, അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്നു എന്ന് പറയുന്നതാകും ശരി. കടലിലെ ഇരുട്ടിനെ വകഞ്ഞുമാറ്റി കുബേർ എന്നൊരു ഇന്ത്യൻ മീൻപിടുത്ത ബോട്ട് മുംബൈ തീരത്തേക്ക് അടുക്കുന്നുണ്ട്. പക്ഷേ ആ ബോട്ടിലുള്ളത് മീൻപിടുത്തക്കാരല്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കറാച്ചിയിൽ നിന്ന് യാത്ര തിരിച്ച 10 യുവാക്കളാണ് അതിലുള്ളത്. ലഷ്കർ ഇ തൊയ്ബ എന്ന ഭീകര സംഘടന പരിശീലിപ്പിച്ചെടുത്ത 10 കൊലയാളി യന്ത്രങ്ങൾ. ആ ബോട്ടിൻ്റെ യഥാർത്ഥ ക്യാപ്റ്റൻ അമർ സിംഗ് സോളങ്കി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അയാളുടെ ചലനമറ്റ ശരീരം ബോട്ടിൻ്റെ ഒരു മൂലയിൽ കിടപ്പുണ്ട്. അയാളെ കൊലപ്പെടുത്തി ആ ബോട്ട് തട്ടിയെടുത്ത് GPS സംവിധാനങ്ങളുടെ സഹായത്തോടെ അവർ ഇന്ത്യയുടെ അതിർത്തി കടന്നിരിക്കുകയാണ്. കടലിൽ നല്ല തിരക്കാണ്. പലയിടത്തും മീൻപിടുത്തക്കാരുടെ ബോട്ടുകളുണ്ട്. പക്ഷേ ഈ കുബേർ എന്ന ബോട്ടിലെ യാത്രക്കാർക്ക് അതൊന്നും വലിയ വിഷയമല്ല. അവർക്ക് മുന്നിൽ ഒരേയൊരു ലക്ഷ്യമേയുള്ളൂ: മുംബൈ. ദൂരെ നഗരത്തിലെ ലൈറ്റുകൾ മിന്നിത്തിളങ്ങുന്നത് കാണാം. പുറംകടലിൽ വെച്ച് അവർ തങ്ങളുടെ പ്ലാൻ ഒന്ന് മാറ്റുന്നു. കുബേറിനെ അവിടെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. കാരണം വലിയൊരു ബോട്ടുമായി തീരത്തേക്കടുത്താൽ കോസ്റ്റ് ഗാർഡോ പോലീസോ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ കയ്യിൽ കരുതിയിരുന്ന കാറ്റ് നിറയ്ക്കാവുന്ന ഒരു റബ്ബർ ഡിങ്കി, ഇൻഫ്ലേറ്റബിൾ ഡിങ്കി പുറത്തെടുക്കുന്നു. ഈ ഡിങ്കിയിലാണ് ഇനി അവരുടെ യാത്ര. 10 പേരും അതിൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. വെറും കൈയോടെയല്ല അവർ വരുന്നത്. ഓരോരുത്തരുടെയും തോളിൽ വലിയ ബാഗുകളുണ്ട്. ആ ബാഗിനുള്ളിൽ എന്തൊക്കെയാണെന്നറിയാമോ? AK-47 തോക്കുകൾ, നിറയെ തിരകൾ, ഗ്രനേഡുകൾ, പിന്നെ കുറെ ഉണങ്ങിയ പഴങ്ങളും ബദാമും. ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ യുദ്ധം ചെയ്യാനുള്ള ഊർജം ലഭിക്കാൻ വേണ്ടിയാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ്. ഇതൊരു സാധാരണ വിനോദയാത്രയല്ല എന്നവരുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആരും പരസ്പരം അധികം സംസാരിക്കുന്നില്ല. കടലിൻ്റെ ഇരമ്പൽ മാത്രം. രാത്രി ഏകദേശം 8:30 മുംബൈയിലെ കൊളാബ പ്രദേശം സഞ്ചാരികളും നാട്ടുകാരും കൊണ്ട് തിങ്ങി നിറഞ്ഞ സ്ഥലമാണത്. അവിടെ ബദ്വാർ പാർക്ക് എന്നൊരു സ്ഥലമുണ്ട്. അതൊരു വലിയ ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമല്ല, മറിച്ച് തദ്ദേശീയരായ മീൻപിടുത്തക്കാർ വസിക്കുന്ന ഒരു കോളനിയാണ്. മീൻ ഉണക്കുന്നതിൻ്റെയും കടലിൻ്റെയും ഗന്ധം വമിക്കുന്ന ഇടുങ്ങിയ വഴികൾ. അവിടേക്കാണ് നമ്മുടെ ഈ 10 പേരും വന്നിറങ്ങുന്നത്. സാധാരണഗതിയിൽ മുംബൈ പോലൊരു നഗരത്തിൽ ആരും ആരെയും ശ്രദ്ധിക്കാറില്ല. എല്ലാവരും അവരവരുടെ തിരക്കിലാണ്. പക്ഷേ ഈ 10 പേർ വന്നിറങ്ങിയത് അവിടുത്തെ ചില മീൻപിടുത്തക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. നല്ല ആധുനിക വേഷം ധരിച്ച സ്പോർട്സ് ഷൂസൊക്കെ ഇട്ട 10 ചെറുപ്പക്കാർ, അവരുടെ കയ്യിൽ വലിയ ബാഗുകൾ. ഇവർ വന്നിറങ്ങുന്നതോ ഒരു ചെറിയ റബ്ബർ ബോട്ടിലും. ഇത് കണ്ടാൽ ആർക്കായാലും സംശയം തോന്നില്ലേ?
അതുതന്നെയാണ് അവിടെയും സംഭവിച്ചത്. പ്രദേശവാസികളായ ചിലർ ഇവരെ ശ്രദ്ധിക്കുന്നു. മീൻപിടുത്തക്കാരുടെ ഇവയിൽ അപരിചിതരെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഈ 10 പേരും 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോഴാണ് ആ ചോദ്യം വരുന്നത്. അവിടുത്തെ ഒരു മറാഠി മീൻപിടുത്തക്കാരൻ അവരോട് ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്, എവിടുന്നാണ് വരുന്നത്? വളരെ സ്വാഭാവികമായ ഒരു ചോദ്യം. പക്ഷെ മറുപടി അത്ര സൗഹാർദ്ദപരമായിരുന്നില്ല. കൂട്ടത്തിൽ ഒരാൾ തിരിഞ്ഞു നിന്ന് വളരെ പരുഷമായി പറയുന്നു, അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ കാര്യം നോക്കി പോകൂ. ആ മറുപടിയിലെ ധാർഷ്ട്യം കേട്ടപ്പോൾ തന്നെ ആ നാട്ടുകാർക്ക് പന്തികേട് തോന്നിയിരുന്നു. പക്ഷെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്കൊരു ഊഹം പോലും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ കള്ളക്കടത്തുകാരാകും എന്നാകും അവർ കരുതിയത്. മുംബൈയിൽ അക്കാലത്ത് സ്വർണവും സാധനങ്ങളും കടത്തുന്നത് അത്ര പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ഇവിടെയാണ് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ ആദ്യത്തെ പാളിച്ച സംഭവിക്കുന്നത്. ആ നാട്ടുകാർക്ക് തോന്നിയ സംശയം അപ്പോൾ തന്നെ പോലീസിൽ അറിയിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പോലീസ് അത് ഗൗരവമായി എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ചരിത്രം മറ്റൊന്നായനെ. പക്ഷേ എല്ലാം ശരിയാകുമെന്ന് നമ്മുടെ ആ പഴയ മനോഭാവം അവിടെയും വില്ലനായി. കരയിറങ്ങിയ ഭീകരർ സമയം ഒട്ടും കളയുന്നില്ല. അവർ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച പ്ലാൻ അനുസരിച്ച് പല സംഘങ്ങളായി തിരിയുകയാണ്. 10 പേർ, 5 ജോഡികൾ. ഓരോ ജോഡിക്കും ഓരോ ലക്ഷ്യസ്ഥാനങ്ങളുണ്ട്. അവർ നടന്ന് റോഡിലേക്ക് കയറുന്നു. കൊളാബയിലെ തിരക്കേറിയ റോഡുകൾ. മഞ്ഞയും കറുപ്പും നിറമുള്ള മുംബൈയുടെ സ്വന്തം ടാക്സികൾ അവിടെ വരിവരിയായി കിടപ്പുണ്ട്. അവരോരോരുത്തരായി ടാക്സി വിളിച്ച് അതിൽ കയറുന്നു. ടാക്സി ഡ്രൈവർമാർക്ക് തങ്ങളുടെ വണ്ടിയിൽ കയറുന്നത് സാക്ഷാൽ മരണദൂതന്മാരാണെന്നറിയില്ലല്ലോ. അവർ മീറ്ററിട്ട് വണ്ടി മുന്നോട്ടെടുക്കുന്നു. ഈ സമയം നഗരം അതിൻ്റെ ഉച്ചസ്ഥായിയിലുള്ള തിരക്കിലാണ്. ഓഫീസുകൾ വിട്ട് വീടുകളിലേക്ക് മടങ്ങുന്നവർ, സിനിമ കാണാൻ പോകുന്നവർ, അത്താഴം കഴിക്കാൻ ഹോട്ടലുകളിലേക്ക് പോകുന്നവർ. ആർക്കും അറിയില്ല തങ്ങളുടെ തൊട്ടടുത്തുകൂടി കടന്നുപോകുന്ന ടാക്സികളിൽ മുംബൈയെ ചോരയിൽ മുക്കാൻ പോകുന്നവരാണ് ഇരിക്കുന്നതെന്ന്. കസബും കൂട്ടാളികളും കാറിലിരുന്ന് പുറത്തെ കാഴ്ചകൾ കാണുകയാണ്. വലിയ കെട്ടിടങ്ങൾ, തിളങ്ങുന്ന പരസ്യബോർഡുകൾ, ആൾക്കൂട്ടം. അവർക്കൊരു അമ്പരപ്പും ഉണ്ടായിരുന്നില്ല, മറിച്ച് ഒരുതരം തണുപ്പൻ മനോഭാവമായിരുന്നു. ടാക്സികൾ നഗരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇസ്മായിൽ ഖാനും അജ്മൽ കസബും കയറിയ ടാക്സി VT എന്നറിയപ്പെടുന്ന CST സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. മറ്റു ചിലർ താജ് ഹോട്ടലിലേക്കും ഒബ്രോയ് ട്രൈഡന്റിലേക്കും നരിമാൻ ഹൗസിലേക്കും തിരിക്കുന്നു. ആരും പരസ്പരം മൊബൈലിൽ വിളിക്കുന്നില്ല. കാരണം അവരുടെ ഹാൻഡ്ലേഴ്സ് പാകിസ്ഥാനിലിരുന്ന് എല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. സാറ്റലൈറ്റ് ഫോണുകളും ഇന്റർനെറ്റ് കോളുകളുമാണ് അവരുടെ പ്രധാന ആശയവിനിമയ മാർഗം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സിം കാർഡുകളൊന്നും അവരുടെ ഫോണിലില്ല. എല്ലാം വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു ഓപ്പറേഷൻ. യാത്രയ്ക്കിടയിൽ ഒരു ടാക്സി ഡ്രൈവർക്ക് ചെറിയൊരു സംശയം തോന്നാതിരുന്നില്ല. പിൻസീറ്റിലിരിക്കുന്നവരുടെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേട്. ഇടയ്ക്കിടെ അവർ എന്തൊക്കെയോ മന്ത്രിക്കുന്നു, ബാഗിൽ തടവുന്നു. പക്ഷെ മുംബൈ നഗരത്തിൽ പലതരം മനുഷ്യരല്ലേ? വല്ല ബിസിനസ്സുകാരായിരിക്കും, അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ. ഡ്രൈവർ ആ ചിന്ത അവിടെ വിടുന്നു. പക്ഷേ ആ യാത്രയ്ക്കിടയിൽ അവർ ചെയ്ത ഒരു കാര്യമുണ്ട്. തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു ബോംബ് ടൈമർ സെറ്റ് ചെയ്ത് സീറ്റിന്റെ അടിയിലോ മറ്റോ ഒളിപ്പിച്ചു വെക്കുന്നു. അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാലും ആ വണ്ടി ഒരു ഓടുന്ന ബോംബായി മാറും. കുറച്ചു സമയത്തിനുള്ളിൽ അത് പൊട്ടിത്തെറിക്കും. അതും നഗരത്തിന്റെ ഏതോ ഒരു തിരക്കേറിയ കോണിൽ വെച്ച്. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നു. ടാക്സി കൂലി കൊടുത്ത് അവർ ഇറങ്ങുന്നു. ബാക്കി ചില്ലറ പോലും വാങ്ങാൻ അവർ നിൽക്കുന്നില്ല. കാരണം പണം ഇനി അവർക്ക് ആവശ്യമില്ലല്ലോ. അവരുടെ ലക്ഷ്യം വേറെയാണ്. വണ്ടിയിൽ നിന്നിറങ്ങിയ അവർ സാധാരണ യാത്രക്കാരെ പോലെ ജനക്കൂട്ടത്തിൽ അലിഞ്ഞുചേരുന്നു. തോളിൽ വലിയ ബാഗ് തൂക്കി ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ നടക്കുന്ന 10 ചെറുപ്പക്കാർ. പക്ഷേ അവരുടെ കണ്ണുകളിൽ മാത്രം ഒരുതരം വെറി തളം കെട്ടി നിൽപ്പുണ്ട്. സമയം ഏകദേശം 9:30 മുംബൈ നഗരം അപ്പോഴും അതിൻ്റെ വർണ്ണാഭമായ രാത്രി ജീവിതത്തിൽ മുഴുകി നിൽക്കുകയാണ്. റോഡരികിലെ കടകളിൽ നിന്ന് പാട്ട് കേൾക്കാം, വണ്ടികളുടെ ഹോൺ മുഴക്കം, ആളുകളുടെ സംസാരം. ഇതൊന്നും അറിയാതെ ഒരു വലിയ ദുരന്തം തങ്ങളുടെ തൊട്ടടുത്തെത്തിയിരിക്കുന്നുവെന്ന് ആരും തിരിച്ചറിയുന്നില്ല. ആ നിമിഷം, ആ സെക്കൻഡ്, അതാണ് മുംബൈയുടെ ചരിത്രത്തിലെ നിശബ്ദതയ്ക്ക് മുമ്പുള്ള കൊടുങ്കാറ്റ്. ഇനി നടക്കാൻ പോകുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ നരനായാട്ടമാണ്. ലിയോപോൾഡ് കഫേയിലെ വിദേശികൾ ബിയർ നുണയുന്നു. CST സ്റ്റേഷനിൽ ആളുകൾ ട്രെയിൻ കാത്തിരിക്കുന്നു. താജ് ഹോട്ടലിൽ അതിഥികൾ അത്താഴം കഴിക്കുന്നു. എല്ലാവരും സന്തോഷത്തിലാണ്. പക്ഷേ ആ സന്തോഷത്തിനിനി നിമിഷങ്ങളുടെ ആയുസ് മാത്രമേയുള്ളൂ. തോക്കുകളുടെ സേഫ്റ്റി ലോക്ക് മാറ്റുന്ന ശബ്ദം ആരും കേൾക്കുന്നില്ല. വിരലുകൾ ട്രിഗറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ കൊളാബയിലെ തെരുവുകളിൽ വെച്ച് നമുക്ക് ആദ്യത്തെ അധ്യായം തുടങ്ങാം. അവർ വന്നെത്തിക്കഴിഞ്ഞു. ഇനി മുംബൈ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ചോരയുടെയും കണ്ണീരിൻ്റെയും രാത്രികൾക്കാണ്.
മുംബൈയിലെ കൊളാബ കോസ്വേ എന്ന് കേട്ടിട്ടുണ്ടോ? ഷോപ്പിംഗ് പ്രേമികളുടെ സ്വർഗമാണത്. വില കുറഞ്ഞ ആഭരണങ്ങൾ, പഴയ പുസ്തകങ്ങൾ, ട്രെൻഡിയായ വസ്ത്രങ്ങൾ, അങ്ങനെ എന്തും കിട്ടുന്ന ഒരു തെരുവ്. ആ തെരുവിൻ്റെ ഉത്ത നടുക്കാണ് ലിയോപോൾഡ് കഫേ തലയുയർത്തി നിൽക്കുന്നത്. 1871 തുടങ്ങിയതാണ് ഈ കഫേ. മുംബൈയുടെ ചരിത്രത്തിലെ പല മാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ച പഴമക്കാരൻ. വിദേശ സഞ്ചാരികളുടെയും ബാക്ക് പാക്കർമാരുടെയും പ്രിയപ്പെട്ട ഇടം. ശാന്താറാം എന്ന പ്രശസ്തമായ നോവൽ വായിച്ചിട്ടുള്ളവർക്ക് ലിയോപോൾഡ് കഫേ ഒരു വികാരമായിരിക്കും. കാരണം ആ നോവലിലെ നായകനും കൂട്ടരും സദാസമയം ചിലവഴിച്ചിരുന്നത് ഇവിടെയാണ്. നവംബർ 26 രാത്രി 9:30 മണിയാകുമ്പോൾ ലിയോപോൾഡ് കഫേയിൽ കാലുകുത്താൻ സ്ഥലമില്ലാത്ത തിരക്കാണ്. ഏകദേശം 100ഓളം ആളുകൾ അവിടെയുണ്ട്. മുകളിലത്തെ നിലയിൽ ബാർ പ്രവർത്തിക്കുന്നുണ്ട്. താഴെ ആളുകൾ ഭക്ഷണം കഴിക്കുന്നു. IPL ക്രിക്കറ്റ് മാച്ച് TV-യിൽ ഓടുന്നുണ്ട്. ബിയർ ഗ്ലാസുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദവും പല ഭാഷകളിലുള്ള സംസാരങ്ങളും ചിരികളും കൊണ്ട് ആകപ്പാടെ ഒരാഘോഷം മൂട്. വെയിറ്റർമാർ ട്രേകളിൽ ഭക്ഷണവുമായി മേശകൾക്കിടയിലൂടെ ഓടി നടക്കുന്നു. ആർക്കും ഒരാശങ്കയുമില്ല. നാളെയെക്കുറിച്ചുള്ള ചിന്തകളില്ല. ആ നിമിഷത്തെ സന്തോഷം മാത്രം. ഈ സമയത്താണ് കഫേയുടെ മുന്നിലേക്ക് 2 പേർ നടന്നു വരുന്നത്. അബു ഷൊയീബ്, നാസിർ എന്നിവരാണവർ. നമ്മൾ നേരത്തെ കണ്ട ആ 10 പേരിൽ ഉൾപ്പെട്ട 2 പേർ. അവർ കഫേയുടെ മുന്നിലെത്തുന്നു. പുറത്ത് റോഡരികിൽ കച്ചവടം ചെയ്യുന്നവരോട് അവരൊന്നും ചോദിക്കുന്നില്ല. നേരെ കഫേയുടെ വാതിലിലേക്ക്. സെക്യൂരിറ്റി ഗാർഡുകൾക്ക് അവരെ തടയാൻ സമയം കിട്ടുന്നില്ല. അവർ അകത്തേക്ക് കയറാൻ പോലും നിൽക്കുന്നില്ല. കഫേയുടെ പ്രവേശന കവാടത്തിൽ നിന്ന് തന്നെ അവർ തോളിലെ ബാഗിൽ നിന്ന് ആ മരണയന്ത്രങ്ങൾ പുറത്തെടുക്കുന്നു. പിന്നെ നടന്നത് മുംബൈ അതുവരെ കേൾക്കാത്ത ശബ്ദങ്ങളാണ്. AK-47 തോക്കുകൾ ഗർജിക്കാൻ തുടങ്ങി. വെടിയൊച്ചകളായി ഇടുങ്ങിയ സ്ഥലത്ത് ഭീകരമായി മുഴങ്ങി. ആദ്യം ആളുകൾ കരുതിയത് പടക്കം പൊട്ടുന്നതാണെന്നാണ്. ചിലർ വിചാരിച്ചത് ക്രിക്കറ്റ് മാച്ചിൽ ഇന്ത്യ ജയിച്ചതിൻ്റെ ആഘോഷമാണെന്ന്. പക്ഷേ നിമിഷങ്ങൾക്കകം ചുവരിലെ വലിയ കണ്ണാടികൾ തകർന്നു വീഴാനും അടുത്തിരുന്നവർ ചോരയിൽ കുളിച്ചു മറിഞ്ഞു വീഴാനും തുടങ്ങിയപ്പോഴാണ് കാര്യത്തിൻ്റെ ഗൗരവം എല്ലാവർക്കും മനസ്സിലായത്. സന്തോഷം മാത്രം നിറഞ്ഞു നിന്നിരുന്ന ആ ഹോൾ നിമിഷനേരം കൊണ്ട് ഒരു യുദ്ധക്കളമായി മാറി. ബിയർ മഗ്ഗുകൾ ചിതറിത്തെറിക്കുന്നു. കസേരകൾ മറിഞ്ഞു വീഴുന്നു. ജീവൻ രക്ഷിക്കാൻ ആളുകൾ മേശകൾക്കടിയിലേക്ക് നുഴഞ്ഞു കയറുകയാണ്. ചിലർ അടുക്കളയിലേക്ക് ഓടുന്നു. വിദേശികളും ഇന്ത്യക്കാരുമെല്ലാം ഒരേപോലെ ഭയന്നു വിറച്ച് തറയിൽ കമിഴ്ന്നു കിടക്കുന്നു. വെടിയുണ്ടകൾ ജാതിയോ മതമോ ദേശമോ നോക്കാതെ പാഞ്ഞു നടന്നു. ഷൊയ്ബും നാസിറും ഒരു ദയയുമില്ലാതെ തുരുതുരാ വെടിവെക്കുകയാണ്. അവർക്കിടയിൽ ഒരാശയവിനിമയത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. കൃത്യമായ പരിശീലനം ലഭിച്ച പട്ടാളക്കാരെ പോലെ അവർ നീങ്ങി. ഇതിനിടയിൽ അവരൊരു ഗ്രനേഡ് വലിച്ചൂരി ജനക്കൂട്ടത്തിലേക്ക് എറിയുന്നു. അത് പൊട്ടിത്തെറിക്കുമ്പോഴുണ്ടാകുന്ന പുകപടലങ്ങൾ കാഴ്ചയെ മറയ്ക്കുന്നു. വെടിമരുന്നിൻ്റെ ഗന്ധം കഫയിൽ നിറയുന്നു. ആ പുകയ്ക്കിടയിലൂടെ നോക്കുമ്പോൾ കാണുന്നത് ഭയാനകമായ കാഴ്ചകളാണ്. തറയിൽ വീണുകിടക്കുന്നവർ, സഹായത്തിനായി കരയുന്നവർ, അവിടുത്തെ ജീവനക്കാർ, വെയിറ്റർമാർ എല്ലാവരും എങ്ങനെയെങ്കിലും പുറത്തു കടക്കാൻ ശ്രമിക്കുകയാണ്. ഈ ബഹളത്തിനിടയിലും ഭീകരർ നിർത്തുന്നില്ല. അവർ മാഗസിൻ മാറ്റുന്നു, വീണ്ടും വെടിവെക്കുന്നു. അവരുടെ മുഖത്ത് ഒരു ഭാവഭേദവുമില്ല. ഒരു വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെയാണ് അവർ മനുഷ്യരെ കൊന്നൊടുക്കുന്നത്. ലിയോപോൾഡ് കഫേയിലെ ആക്രമണം അധികനേരം നീണ്ടുനിന്നില്ല. ഏതാനും മിനിറ്റുകൾ മാത്രം. പക്ഷേ ആ മിനിറ്റുകൾ അവിടെയുണ്ടായിരുന്നവർക്ക് യുഗങ്ങളായാണ് അനുഭവപ്പെട്ടത്. പോലീസ് വരുന്നതിന് മുൻപ് അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നതായിരുന്നു ഭീകരരുടെ പ്ലാൻ. വെടിവെപ്പ് അവസാനിപ്പിച്ച് അവർ പുറത്തേക്കിറങ്ങുന്നു. കഫേയുടെ മുന്നിലെ റോഡിലും അവർ വെടിയുതിർക്കുന്നുണ്ട്. വഴിയെ പോയവർ, റോഡരികിലെ കച്ചവടക്കാർ, ആരെയും അവർ വെറുതെ വിട്ടില്ല. ഭയന്നോടുന്ന ജനക്കൂട്ടത്തെ നോക്കി അവർ വീണ്ടും ട്രിഗർ വലിച്ചു. അവർ നടന്നു നീങ്ങുകയാണ്. എങ്ങോട്ടാണെന്നോ? തൊട്ടടുത്തുള്ള മറ്റൊരു ഐക്കോണിക് സ്ഥലത്തേക്ക്. പക്ഷെ അത് നമുക്ക് വഴിയേ പറയാം. ലിയോപോൾഡിൽ നിന്ന് ഉയരുന്ന നിലവിളികൾ അപ്പോഴും കൊളാബയുടെ തെരുവുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. പോലീസ് സൈറണുകൾ ദൂരെ നിന്ന് കേൾക്കാൻ തുടങ്ങുന്നു. പക്ഷെ അപ്പോഴേക്കും കൊലയാളികൾ ഇരുളിൽ മറഞ്ഞിരുന്നു. ലിയോപോൾഡ് കഫേയിലെ തറയിൽ ചിതറിക്കിടക്കുന്ന സാധനങ്ങൾക്ക് മുകളിൽ ചോര പടരുന്നു. മുംബൈയുടെ ടൂറിസം ഭൂപടത്തിലെ ആ തിളങ്ങുന്ന ബിന്ദുവിൽ ഇനി അവശേഷിക്കുന്നത് കണ്ണീരും പേടിയും മാത്രമാണ്. ലിയോപോൾഡ് കഫേയിലെ വെടിവെപ്പ് കഴിഞ്ഞ് ഷൊയ്ബും നാസിറും താജ് ഹോട്ടലിൻ്റെ ഭാഗത്തേക്ക് നടക്കുമ്പോൾ നഗരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ മറ്റൊരു ദുരന്തം കൂടി സംഭവിക്കുന്നുണ്ടായിരുന്നു. ഓർമ്മയില്ലേ? നേരത്തെ അവർ വന്ന ടാക്സികൾ. ഡ്രൈവർമാർക്കൊരു സംശയവും തോന്നാതെ അവർ ഇറങ്ങിപ്പോയ ആ ടാക്സികൾ. അവ ഇപ്പോൾ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്.
അതിലൊന്ന് വിലേപാർലെ എന്ന സ്ഥലത്തെത്തുന്നു. മറ്റൊന്ന് വാടിബന്ദർ എന്ന സ്ഥലത്തും. കൃത്യം സമയം സെറ്റ് ചെയ്ത ആ ടൈമർ ബോംബുകൾ അവയുടെ പണി തുടങ്ങുന്നു. വിലേപാർലയിലെ തിരക്കേറിയ ഒരു റോഡിൽ വെച്ച് ആദ്യത്തെ ടാക്സി പൊട്ടിത്തെറിക്കുന്നു. ഒരു വലിയ ശബ്ദത്തോടെ ആ കാർ ചിതറിത്തെറിച്ചു. ചുറ്റുമുള്ള കടകളുടെ ചില്ലുകൾ തകർന്നു വീണു. കാർ ഡ്രൈവർക്കും യാത്രക്കാരനും എന്ത് സംഭവിച്ചുവെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ആളുകൾ ഓടിക്കൂടുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ഗ്യാസ് സിലിണ്ടർ പൊട്ടിയതാണോ അതോ വല്ല അപകടമാണോ? അഭ്യൂഹങ്ങൾ പരക്കാൻ തുടങ്ങി. അധികം താമസിയാതെ വാടിബന്ദറിലും സമാനമായ സ്ഫോടനം നടക്കുന്നു. അതും ഒരു ടാക്സിയിൽ തന്നെ. ഈ 2 സ്ഫോടനങ്ങളും യാദൃച്ഛികമല്ലെന്ന് പോലീസിന് മനസ്സിലാകാൻ തുടങ്ങുന്നു. ഇത് വെറുമൊരു അപകടമല്ല, ആസൂത്രിതമായ ആക്രമണമാണ്. പക്ഷേ ഇതിന്റെ പിന്നിൽ ആരാണ്? എവിടെ നിന്നാണ് അവർ വരുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി പോലീസ് നെട്ടോട്ടമോടുമ്പോൾ യഥാർത്ഥ വില്ലന്മാർ തങ്ങളുടെ അടുത്ത മിഷൻ തുടങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു. ടാക്സി സ്ഫോടനങ്ങൾ പോലീസിന്റെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നുവെന്ന് ചിലർ പറയുന്നു. പോലീസിനെയും ഫയർഫോഴ്സിനെയും നഗരത്തിന്റെ പല ഭാഗങ്ങളിലേക്കായി ചിതറിക്കുക, അതുവഴി പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിൽ സുരക്ഷ കുറയ്ക്കുക. എത്ര ബുദ്ധിപൂർവമാണ്, എന്നാൽ എത്ര ക്രൂരമായാണ് അവർ ഓരോ നീക്കവും പ്ലാൻ ചെയ്തത് എന്ന് നോക്കൂ. നഗരം മുഴുവൻ ഭീതിയുടെ മുൾമുനയിൽ നിൽക്കുകയാണ്. TV ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസ് ഫ്ലാഷുകൾ മിന്നിത്തുടങ്ങി. മുംബൈയിൽ സ്ഫോടനങ്ങൾ, വെടിവെപ്പ്. ഫോണുകൾ നിർത്താതെ റിങ് ചെയ്യുന്നു. നീ എവിടെയാണ്? സുരക്ഷിതനല്ലേ? വീട്ടിലേക്ക് വേഗം വാ. അമ്മമാർ മക്കളെ വിളിക്കുന്നു. ഭാര്യമാർ ഭർത്താക്കന്മാരെ വിളിക്കുന്നു. മൊബൈൽ നെറ്റ്വർക്കുകൾ ജാമാകാൻ തുടങ്ങുന്നു. ലിയോപോൾഡ് കഫേയിലെ ചോരപ്പാടുകൾ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ആംബുലൻസുകൾ ചീറിപ്പായുന്ന ശബ്ദം നഗരത്തിന്റെ പശ്ചാത്തല സംഗീതമായി മാറുന്നു. പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റുന്നു. മുംബൈയുടെ ആത്മാവ് മുറിവേറ്റ പക്ഷിയെപ്പോലെ പിടയുകയാണ്. പക്ഷേ ഇതൊരു തുടക്കം മാത്രമായിരുന്നു. ലിയോപോൾഡിലെയും ടാക്സികളിലെയും ആക്രമണങ്ങൾ ഒരു ട്രെയിലർ മാത്രമായിരുന്നു. യഥാർത്ഥ സിനിമ അതിൻ്റെ ഏറ്റവും ഭീകരമായ രംഗങ്ങളുമായി വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ആ വലിയ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് പോകാം. ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ്. ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലം. അവിടെ ആ വലിയ ക്ലോക്കിൻ്റെ താഴെ 2 പേർ നിൽപ്പുണ്ട്, കസബും ഇസ്മായിലും. അവരുടെ ബാഗുകൾ ഭാരമുള്ളതാണ്, പക്ഷേ അവരുടെ മനസ്സ് അതിലേറെ കഠിനമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ആ കാഴ്ചകളാണ്. മുംബൈ നഗരത്തിൻ്റെ നെഞ്ചടിപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലമാണ് CST അഥവാ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ്. വിക്ടോറിയൻ ഗോഥിക് ശൈലിയിൽ പണിത ആ വലിയ കെട്ടിടം പകൽ വെളിച്ചത്തിൽ ഒരു അത്ഭുതമാണെങ്കിൽ രാത്രിയിലെ വിളക്കുകൾക്കിടയിൽ അതൊരു സ്വർണ്ണ കൊട്ടാരം പോലെ തോന്നിപ്പിക്കും. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ സ്റ്റേഷൻ ദിവസവും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്രയമാണ്. ലോക്കൽ ട്രെയിനുകളുടെ ചൂളം വിളിയും അനൗൺസ്മെൻറ്റുകളുടെ മുഴക്കവും തിരക്കിട്ടോടുന്ന യാത്രക്കാരുടെ പാദപതനങ്ങളുമൊക്കെ ചേർന്ന് അവിടെ എപ്പോഴും ഒരു ഉത്സവ പ്രതീതിയാണ്. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്നവർ, ദൂരയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ, കുടുംബമായി വിനോദയാത്രയ്ക്ക് പോകുന്നവർ, അങ്ങനെ പലതരം ജീവിതങ്ങൾ സംഗമിക്കുന്ന ഒരിടം. നവംബർ 26 രാത്രി ഏകദേശം 9:50 ആകുന്നു. ലിയോപോൾഡിലെ വെടിവെപ്പ് കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ CSTയിലെ പ്രധാന ഹാളിലേക്ക് 2 പേർ കടന്നുവരുന്നു. മുഹമ്മദ് അജ്മൽ അമീർ കസബ്, ഇസ്മായിൽ ഖാൻ. മറ്റുള്ളവരെ പോലെ ടാക്സിയിൽ തന്നെയാണ് ഇവരും എത്തിയത്. പക്ഷേ ഇറങ്ങിയത് സ്റ്റേഷന്റെ പിൻവശത്താണ്. കയ്യിൽ തോക്കുണ്ടെങ്കിലും ആ വലിയ ജനക്കൂട്ടത്തിനിടയിൽ ആരും അവരെ ആദ്യം ശ്രദ്ധിക്കുന്നില്ല. അവർ നേരെ പോയത് സ്റ്റേഷനിലെ ശുചിമുറിയിലേക്കാണ്. അവിടെ വെച്ച് തങ്ങളുടെ ബാഗുകൾ തുറന്ന് തോക്കുകൾ ലോഡ് ചെയ്ത് അവസാനവട്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ശുചിമുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ അവർ കാണുന്നത് സ്റ്റേഷനിലെ പ്രധാന വെയിറ്റിംഗ് ഹാളാണ്. ദീർഘദൂര ട്രെയിനുകൾ കാത്തുനിൽക്കുന്ന 100 കണക്കിന് യാത്രക്കാർ അവിടെയുണ്ട്. നിലത്ത് പായ് വിരിച്ചു കിടന്നുറങ്ങുന്നവർ, ബാഗുകൾ തലയണയാക്കി വിശ്രമിക്കുന്നവർ, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അമ്മമാർ. ഒരു സാധാരണ റെയിൽവേ സ്റ്റേഷൻ കാഴ്ച. കസബും ഇസ്മായിലും ആൾക്കൂട്ടത്തിന് നടുവിലേക്ക് നടക്കുന്നു. ഒരു നിമിഷം അവർ ഒന്ന് നിൽക്കുന്നു. പിന്നെ ഒരു മുന്നറിയിപ്പുമില്ലാതെ അവരുടെ കയ്യിലുള്ള AK-47 തോക്കുകൾ ഗർജിക്കാൻ തുടങ്ങുന്നു. ആദ്യം കേട്ടത് വലിയൊരു സ്ഫോടന ശബ്ദമാണ്. അവർ ഒരു ഗ്രനേഡ് ജനക്കൂട്ടത്തിനിടയിലേക്ക് എറിഞ്ഞിരുന്നു. പുകപടലങ്ങൾ ഉയർന്നു. സ്റ്റേഷന്റെ ഉയർന്ന മേൽക്കൂരയിൽ തട്ടി ആ സ്ഫോടന ശബ്ദം ഇരട്ടിയായി പ്രതിധ്വനിച്ചു. ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. തൊട്ടടുത്തു നിന്നവർ ചിതറിത്തെറിക്കുന്നത് കണ്ടപ്പോഴാണ് അതൊരാക്രമണമാണെന്ന് പലരും തിരിച്ചറിയുന്നത്.
നിലവിളികൾ ആ ഹാളിലാകെ മുഴങ്ങുന്നു. ഓടൂ, രക്ഷപ്പെടൂ എന്ന ആക്രോശങ്ങൾ. പക്ഷേ ഓടാൻ എവിടെ സ്ഥലം? ഒരു വശത്ത് തോക്കുമായി നിൽക്കുന്ന 2 യമദൂതന്മാർ, മറുവശത്ത് ഭയന്നോടുന്ന ജനക്കൂട്ടം. കസബും ഇസ്മായിലും തുരുതുരാ വെടിവെക്കുകയാണ്. അവർക്ക് പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല, കാണുന്നവരെയൊക്കെ കൊല്ലുക, അത്രമാത്രം. പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരുന്ന ഇന്ദ്രാണി എക്സ്പ്രസിന് സമീപം ചോരപ്പുഴ ഒഴുകാൻ തുടങ്ങി. യാത്രക്കാരുടെ ബാഗുകളും ചെരിപ്പുകളും വെള്ളക്കുപ്പികളും നിലത്ത് ചിതറിക്കിടക്കുന്നു. ചോരയിൽ തെന്നി വീഴുന്നവർ, വെടിയേറ്റ് പിടയുന്നവർ. ആ മനോഹരമായ റെയിൽവേ സ്റ്റേഷൻ നിമിഷനേരം കൊണ്ട് ഒരു അറവുശാലയായി മാറുകയായിരുന്നു. ഈ ബഹളത്തിനിടയിലും കസബിൻ്റെ മുഖത്ത് ഒരു പ്രത്യേക ഭാവമുണ്ടായിരുന്നു. ഭയമോ വെപ്രാളമോ കുറ്റബോധമോ ഒന്നുമില്ല. മറിച്ച് വളരെ കൂളായി ഒരു അവധിക്കാലം ആഘോഷിക്കാൻ വന്ന സഞ്ചാരിയെപ്പോലെയാണ് അവൻ നടക്കുന്നത്. തോളിൽ തൂക്കിയിട്ട നീലബാഗും കാർഗോ പാൻറ്റും കറുത്ത ടീഷർട്ടും ധരിച്ച ആ രൂപം CCTV ക്യാമറകളിൽ പതിയുന്നുണ്ടായിരുന്നു. അവൻ ഇടയ്ക്കിടെ ചിരിക്കുന്നുണ്ടായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. മനുഷ്യജീവൻ എടുക്കുന്നത് ഇത്ര നിസ്സാരമാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ക്രൂരമായ ചിരി. അവൻ്റെ നടപ്പിൽ പോലും ഒരു അഹങ്കാരമുണ്ടായിരുന്നു. ഇതിനിടയിൽ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥർ വിവരമറിഞ്ഞ് ഓടിയെത്തുന്നുണ്ട്. പക്ഷേ അവരുടെ കയ്യിലുള്ളത് പഴയ ലാത്തികളും കാലഹരണപ്പെട്ട 303 റൈഫിളുകളും മാത്രമാണ്. ആധുനിക AK-47 തോക്കുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. എങ്കിലും സ്വന്തം ജീവൻ പണയം വെച്ചും അവർ ഭീകരർക്ക് നേരെ വെടിയുതിർക്കാൻ ശ്രമിച്ചു. നിർഭാഗ്യവശാൽ തോക്കുകൾ പലതും പണിമുടക്കി, അല്ലെങ്കിൽ ഉന്നം പിടിക്കാൻ പോലും സമയം കിട്ടിയില്ല. വെടിയുണ്ടകൾ മഴ പോലെ പെയ്യുന്നതിനിടയിൽ ആ ധീരരായ ഉദ്യോഗസ്ഥർ നിസ്സഹായരായിപ്പോയി. വെടിവെപ്പ് തുടരുന്നതിനിടയിൽ സ്റ്റേഷനിലെ അനൗൺസ്മെന്റ് റൂമിൽ മറ്റൊരു നാടകം നടക്കുന്നുണ്ടായിരുന്നു. വിഷ്ണു ദത്താരാം സെൻഡെ എന്ന അനൗൺസർ തൻ്റെ ക്യാബിനിലിരുന്ന് താഴെ നടക്കുന്ന നരനായാട്ട് കാണുന്നുണ്ട്. സാധാരണഗതിയിൽ ട്രെയിനുകളുടെ സമയം പറയാൻ ഉപയോഗിക്കുന്ന ആ മൈക്ക് അന്ന് അദ്ദേഹം ഉപയോഗിച്ചത് 100 കണക്കിന് ജീവനുകൾ രക്ഷിക്കാനാണ്. ഭീകരർ നിൽക്കുന്ന സ്ഥലം നോക്കി യാത്രക്കാരോട് ഏത് വശത്തുകൂടി ഓടി രക്ഷപ്പെടണം എന്ന് അദ്ദേഹം അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നു. പിൻവശത്തെ ഗേറ്റിലൂടെ പുറത്തു പോകൂ, പ്ലാറ്റ്ഫോം നമ്പർ 1 വരരുത്. അദ്ദേഹത്തിൻ്റെ ശബ്ദം ആ കാഹളത്തിനിടയിലും ആളുകൾക്ക് വഴികാട്ടിയായി. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഭീകരർ അനൗൺസ്മെന്റ് റൂമിന് നേരെ വെടിയുതിർത്തു. ചില്ലുകൾ തകർന്ന് വിഷ്ണുവിന്റെ ക്യാബിനിലേക്ക് വീണു. അദ്ദേഹം കസേരയ്ക്ക് താഴെ ഒളിച്ചിരുന്നു. എന്നിട്ടും അനൗൺസ്മെന്റ് നിർത്തിയില്ല. അദ്ദേഹത്തിന്റെ ആ സമയത്തോചിതമായ ഇടപെടലില്ലായിരുന്നെങ്കിൽ മരണസംഖ്യ ഇനിയും കൂടിയേനെ. CST സ്റ്റേഷനിൽ മാത്രം 58 പേരാണെന്ന് മരിച്ചു വീണത്. 100-ലധികം പേർക്ക് പരിക്കേറ്റു. ചോരയിൽ കുതിർന്ന പ്ലാറ്റ്ഫോമിലൂടെ കസബും ഇസ്മായിലും മുന്നോട്ട് നടന്നു. നടക്കുന്നതിനിടയിൽ ദാഹിച്ചപ്പോൾ അവർ അവിടെയുള്ള ഒരു ടാപ്പിൽ നിന്ന് വെള്ളം കുടിച്ചു. ചുറ്റും ചിതറിക്കിടക്കുന്ന മൃതശരീരങ്ങളെ നോക്കി യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ വെള്ളം കുടിക്കുന്ന ആ കാഴ്ച കണ്ടുനിന്നവരുടെ രക്തം മരവിപ്പിക്കുന്നതായിരുന്നു. അത്രയും ക്രൂരത മനുഷ്യർക്ക് എങ്ങനെ സാധിക്കുന്നു? വെറും 20 വയസ്സു മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന് ഇത്രയും വെറുപ്പ് എവിടെ നിന്ന് കിട്ടി? സമയം കടന്നുപോകുന്തോറും സ്റ്റേഷൻ ശ്മശാനമൂകമായി. വെടിയൊച്ചകൾ ഇടയ്ക്കിടെ കേൾക്കാം. പരിക്കേറ്റവരുടെ ഞരക്കങ്ങൾ മാത്രം ബാക്കി. കസബും ഇസ്മായിലും പ്ലാറ്റ്ഫോമുകൾ മാറി മാറി നടന്നു വെടിവെച്ചു. ലോക്കൽ ട്രെയിനുകൾക്ക് സമീപം പമ്മി നിന്നവരെയും അവർ വെറുതെ വിട്ടില്ല. അവസാനം പോലീസിന്റെ ചെറുത്തുനിൽപ്പ് കൂടിയപ്പോൾ അവർ സ്റ്റേഷനിൽ നിന്ന് പുറത്തുപോകാൻ തീരുമാനിച്ചു. സ്റ്റേഷന്റെ വടക്കുഭാഗത്തുള്ള നടപ്പാലം വഴി അവർ പുറത്തേക്ക് നീങ്ങി. ആ നടപ്പാലത്തിൽ വെച്ചാണ് സെബാസ്റ്റ്യൻ ഡിസൂസ എന്ന ഫോട്ടോഗ്രാഫർ ചരിത്രപ്രസിദ്ധമായ ആ ചിത്രം പകർത്തുന്നത്. കസബ് തോക്കുമായി നടന്നുവരുന്ന ആ ചിത്രം ലോകം മുഴുവൻ പിന്നീട് കണ്ടത് ആ മുഖമാണ്. ആ ഫോട്ടോ എടുക്കുമ്പോൾ സെബാസ്റ്റ്യൻ ഡിസൂസ ഒരു പഴയ ട്രെയിൻ ബോഗിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. കസബത് കാണുകയും ക്യാമറയ്ക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അന്ന് അദ്ദേഹം രക്ഷപ്പെട്ടത്. പക്ഷേ ആ ചിത്രം ഈ ആക്രമണത്തിന്റെ മുഖമുദ്രയായി മാറി. സ്റ്റേഷന് പുറത്തിറങ്ങിയ അവർ കാമ ആശുപത്രിയുടെ ദിശയിലേക്കാണ് നടന്നത്. പിന്നിൽ അവർ ബാക്കിയാക്കിയത് തകർന്നടിഞ്ഞ സ്വപ്നങ്ങളും അനാഥമായ ബാഗുകളും ഉണങ്ങാത്ത മുറിവുകളുമാണ്. CST സ്റ്റേഷന്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായം അവിടെ അവസാനിച്ചു. പക്ഷേ കസബിന്റെയും ഇസ്മായിലിന്റെയും രക്തദാഹം അപ്പോഴും അടങ്ങിയിരുന്നില്ല. നഗരത്തിന്റെ ഇരുണ്ട തെരുവുകളിലൂടെ അവർ അടുത്ത ഇരകളെ തേടി നടന്നു നീങ്ങുകയായിരുന്നു. മുംബൈ പോലീസ് അപ്പോഴേക്കും വയർലെസ് സെറ്റുകളിൽ സന്ദേശങ്ങൾ കൈമാറി തുടങ്ങിയിരുന്നു. 2 terrorists leaving CST, moving towards Kama. എന്നാൽ അവരെ തടയാൻ മാത്രം സജ്ജമായിരുന്നില്ല അപ്പോഴും നമ്മുടെ സേന. CST സ്റ്റേഷനിലെ മരണക്കളികൾക്ക് ശേഷം കസബും ഇസ്മായിലും നടന്നത് തൊട്ടടുത്തുള്ള കാമ ആൻഡ് ആൽബ്ലസ് ആശുപത്രിയിലേക്കാണ്. ഇതൊരു സാധാരണ ആശുപത്രിയല്ല, മറിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയാണ്. പുതിയ ജീവൻ പിറവിയെടുക്കുന്ന അമ്മമാരുടെ താരാട്ടുപാട്ടുകൾ കേൾക്കേണ്ട ഒരിടം.
അവിടേക്കാണ് മരണം തോക്കുമായി കയറി ചെല്ലുന്നത്. ആശുപത്രിയുടെ വലിയ കവാടം കടന്ന് അവർ അകത്തേക്ക് നീങ്ങുന്നു. പക്ഷേ അവിടെ അവരെ കാത്തിരുന്നത് ഒരത്ഭുതമാണ്. അല്ലെങ്കിൽ ജീവനക്കാരുടെ സമയത്തോചിതമായ ബുദ്ധി എന്ന് പറയുന്നതാകും ശരി. വെടിയൊച്ചകൾ കേട്ടപ്പോൾ തന്നെ ആശുപത്രി ജീവനക്കാർ ഒരു കാര്യം ചെയ്തിരുന്നു. അവരെല്ലാ വാർഡുകളും പൂട്ടി ലൈറ്റുകളെല്ലാം അണച്ചു. ആശുപത്രി മുഴുവൻ കൂരിരുട്ടിലാണ്. കസബും ഇസ്മായിലും ഇടനാഴികളിലൂടെ നടക്കുന്നു. അവർക്ക് വഴിയൊന്നും വ്യക്തമല്ല. ഇരുട്ടിലെവിടെയൊക്കെയോ അമ്മമാരും നവജാത ശിശുക്കളും ശ്വാസമടക്കി പിടിച്ചിരിക്കുന്നുണ്ട്. ഒരൊറ്റ കുഞ്ഞിൻ്റെ കരച്ചിൽ മതി ആ ഭീകരർക്ക് അവരുടെ സ്ഥാനം മനസ്സിലാക്കാൻ. അമ്മമാർ കൈകൾ കൊണ്ട് കുഞ്ഞുങ്ങളുടെ വായ പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. ആലോചിച്ചു നോക്കൂ, പ്രസവിച്ച മണിക്കൂറുകൾ മാത്രമായ സ്ത്രീകൾ, അനങ്ങാൻ പോലും വയ്യാത്തവർ, കട്ടിലിനടിയിലും ബാത്റൂമിലും ഒളിച്ചിരിക്കേണ്ടി വരുന്ന അവസ്ഥ. ഭീകരർ ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. അവർ മുകളിലെ നിലകളിലെത്തുന്നുണ്ടെങ്കിലും വാതിലുകളെല്ലാം പൂട്ടിയ നിലയിലാണ്. ഈ സമയത്താണ് മുംബൈ പോലീസിലെ ധീരനായ ഓഫീസർ സദാനന്ദ് ഡാട്ടെ അവിടെ എത്തുന്നത്. അദ്ദേഹം തനിച്ച് കസബിനെയും ഇസ്മായിലിനെയും നേരിടാൻ തീരുമാനിക്കുന്നു. ഭീകരർ 6ാം നിലയിലുണ്ട് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം താഴെ നിന്ന് വെടിയുതിർക്കുന്നു. ഇരുട്ടിൽ നിന്ന് തിരിച്ചും വെടിയുണ്ടകൾ പാഞ്ഞുവരുന്നു. ഇതൊരു ഒളിച്ചുകളി പോലെയാണ്. ഭീകരർ ഗ്രനേഡുകൾ എറിയുന്നു. ഡാട്ടയ്ക്ക് പരിക്കേൽക്കുന്നുണ്ട്, എങ്കിലും അദ്ദേഹം പിന്മാറുന്നില്ല. ഭീകരരെ അവിടെ തന്നെ പിടിച്ചു നിർത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ആ സമയം കൊണ്ട് രോഗികളെ സുരക്ഷിതരാക്കാൻ ജീവനക്കാർക്ക് സാധിച്ചു. കസബും ഇസ്മായിലും അസ്വസ്ഥരാകാൻ തുടങ്ങി. വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ആശുപത്രിയിലെ ഇരുട്ടും പൂട്ടിയിട്ട വാതിലുകളും അവരെ വല്ലാതെ കുഴയ്ക്കുന്നു. ഒടുവിൽ അവർ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങാൻ തീരുമാനിക്കുന്നു. അവർ വന്ന വഴിയല്ല, മറിച്ച് പിൻവശത്തെ മതിൽ ചാടി പുറത്തേക്ക് കടക്കാൻ അവർ പ്ലാൻ ചെയ്യുന്നു. ആ മതിൽ ചാടിയിറങ്ങുന്നത് റംഗ് ഭവൻ എന്ന പഴയ ഓഡിറ്റോറിയത്തിന് സമീപമുള്ള ഒരിടുങ്ങിയ റോഡിലേക്കാണ്. സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം. ഈ സമയം നഗരത്തിലെ പോലീസ് വയർലെസ് സെറ്റുകളിൽ ബഹളമാണ്. എവിടെയാണ് ഭീകരർ? എത്ര പേരുണ്ട്? ആർക്കും കൃത്യമായ വിവരമില്ല. പലയിടത്തു നിന്നും തെറ്റായ വിവരങ്ങളും വരുന്നുണ്ട്. ഇതിനിടയിലാണ് മഹാരാഷ്ട്ര ATS തലവൻ ഹേമന്ത് കർക്കറെ അവിടെ എത്തുന്നത്. മുംബൈ പോലീസിലെ ഏറ്റവും മിടുക്കരായ ഉദ്യോഗസ്ഥരിൽ ഒരാൾ. അദ്ദേഹം ഹെൽമറ്റും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും ധരിച്ച് തയ്യാറായി നിൽക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം മറ്റ് 2 ഇതിഹാസങ്ങളും ചേരുന്നു. എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് വിജയ് സലാസ്കറും അഡീഷണൽ കമ്മീഷണർ അശോക് കാംതയും. ഇതൊരു സാധാരണ കൂടിച്ചേരലായിരുന്നില്ല. മുംബൈ പോലീസിന്റെ 3 വജ്രായുധങ്ങൾ ഒരേ സ്ഥലത്ത് വരുന്നു. അവർ അവിടെയുണ്ടായിരുന്ന ഒരു സിൽവർ നിറമുള്ള ടൊയോട്ട ക്വാലിസ് പോലീസ് ജീപ്പിൽ കയറുന്നു. സലാസ്കറാണ് വണ്ടി ഓടിക്കുന്നത്. തൊട്ടടുത്ത് കാംതയിരിക്കുന്നു. പിൻസീറ്റിൽ ഹേമന്ത് കർക്കറെയും മറ്റ് 4 കോൺസ്റ്റബിൾമാരും. അവർക്കറിയില്ലായിരുന്നു ആ യാത്ര അവരുടെ അവസാനത്തെ യാത്രയാണെന്ന്. മുംബൈ പോലീസിന് ഒരിക്കലും നികത്താനാവാത്ത നഷ്ടം സംഭവിക്കാൻ പോകുന്ന നിമിഷങ്ങളായിരുന്നു അത്. വണ്ടി സാവധാനം മുന്നോട്ട് നീങ്ങുന്നു, ഇരുളടഞ്ഞ ആ ഇടവഴിയിലേക്ക്. നഗരത്തിലെ തെരുവു വിളക്കുകൾ പലതും അണഞ്ഞുകിടക്കുകയാണ്. ക്വാലിസ് ജീപ്പ് രംഗ് ഭവന്റെ വശത്തുള്ള റോഡിലൂടെ മെല്ലെ നീങ്ങുന്നു. മരങ്ങളും കുറ്റിച്ചെടികളും നിറഞ്ഞ ഒരു വശമുണ്ടവിടെ. കസബും ഇസ്മായിലും ആ കുറ്റിക്കാട്ടിൽ ഇരുട്ടിൻ്റെ മറവിൽ പതിയിരിക്കുന്നുണ്ടായിരുന്നു. പോലീസ് ജീപ്പ് വരുന്നതവർ കണ്ടു. ജീപ്പിന്റെ ഹെഡ്ലൈറ്റ് വെളിച്ചം റോഡിൽ വീഴുന്നുണ്ടെങ്കിലും വശങ്ങളിലെ ഇരുട്ട് ഭീകരർക്ക് അനുകൂലമായിരുന്നു. ജീപ്പ് അവരുടെ തൊട്ടടുത്തെത്തിയതും ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇസ്മായിൽ വെടിയുതിർത്തു. തൊട്ടുപിന്നാലെ കസബും. അതൊരു വെറും വെടിവെപ്പായിരുന്നില്ല. ഒരു മഴ പോലെ വെടിയുണ്ടകൾ ആ ജീപ്പിന് നേരെ പാഞ്ഞു വന്നു. AK-47 തോക്കുകളിൽ നിന്ന് ചീറിപ്പായുന്ന വെടിയുണ്ടകൾ ജീപ്പിന്റെ ചില്ലുകൾ തകർത്തകത്തേക്ക് കയറി. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന സലാസ്കറിനും മുൻസീറ്റിലിരുന്ന കാംതയ്ക്കും പ്രതികരിക്കാൻ പോലും സമയം കിട്ടിയില്ല. പിൻസീറ്റിലിരുന്ന ഹേമന്ത് കർക്കറെ തൻ്റെ തോക്കെടുക്കാൻ ശ്രമിച്ചെങ്കിലും കഴുത്തിലും നെഞ്ചിലും വെടിയേറ്റു. നിമിഷങ്ങൾക്കുള്ളിൽ മുംബൈ പോലീസിന്റെ തലപ്പത്തുള്ള 3 ഉന്നത ഉദ്യോഗസ്ഥർ നിശബ്ദരായി. ആ ജീപ്പിനുള്ളിൽ ചോരത്തളം കെട്ടി. വെടിവെപ്പ് നിർത്തിയ ശേഷം കസബും ഇസ്മായിലും ജീപ്പിന്റെ അടുത്തേക്ക് വന്നു. അവർ ഡോറ് തുറന്നു നോക്കി. എല്ലാവരും മരിച്ചു എന്നവർ ഉറപ്പിച്ചു. എന്നാൽ പിൻസീറ്റിൽ മൃതശരീരങ്ങൾക്കിടയിൽ പരിക്കേറ്റ് അനങ്ങാതെ കിടന്ന ഒരു കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു, അരുൺ ജാധവ്. അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നു, പക്ഷെ മരിച്ച പോലെ അഭിനയിച്ചു കിടന്നു. ആ ഒരൊറ്റ മനുഷ്യനാണ് പിന്നീട് ഈ കഥ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഭീകരർക്ക് ആ സ്ഥലം വിട്ടു പോകണമായിരുന്നു. അവർ സലാസ്കരുടെയും കാംതയുടെയും ശരീരങ്ങൾ റോഡിലേക്ക് വലിച്ചിട്ടു. കർക്കരയുടെ ശരീരം പിൻസീറ്റിൽ തന്നെ കിടന്നു.
ഇസ്മായിൽ ഡ്രൈവിംഗ് സീറ്റിൽ കയറി, കസബ് പിൻസീറ്റിലും. അവർ ആ പോലീസ് ജീപ്പുമായി മുന്നോട്ടെടുത്തു. ആലോചിച്ചു നോക്കൂ, നഗരത്തിലെ ഏറ്റവും വലിയ പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട അതേ വാഹനത്തിൽ അവരുടെ മൃതശരീരങ്ങൾക്കൊപ്പം ഭീകരർ നഗരം ചുറ്റുന്നു. പോലീസിന്റെ വയർലെസ് സെറ്റ് ആ വണ്ടിയിലുണ്ട്. അതിലൂടെ പോലീസുകാരുടെ സന്ദേശങ്ങൾ അവർ കേൾക്കുന്നുണ്ട്. ആ ക്വാളിസ് ഇപ്പോൾ മുംബൈ നഗരത്തിലൂടെ ചീറിപ്പായുകയാണ്. വഴിയിൽ വെച്ച് അവർ മാധ്യമപ്രവർത്തകരെയും പോലീസുകാരെയും കാണുന്നുണ്ട്. പോലീസ് ജീപ്പായതുകൊണ്ട് ആരും കൈ കാണിക്കുന്നില്ല. മാത്രമല്ല, അകത്തിരിക്കുന്നത് ആരാണെന്ന് പുറത്തുള്ളവർക്ക് കാണാനും കഴിയുന്നില്ല. ഇടയ്ക്ക് വെച്ച് കസബ് കാറിന്റെ ജനലിലൂടെ പുറത്തേക്ക് വെടിവെക്കുന്നു. വഴിയിൽ കണ്ടവരെ ഭയപ്പെടുത്താനും കൊല്ലാനും അവർ മടിക്കുന്നില്ല. ഈ സമയം പോലീസ് കൺട്രോൾ റൂമിൽ വലിയ ആശയക്കുഴപ്പമാണ്. കർക്കരെ സാർ എവിടെ? സലാസ്കർ സാർ എവിടെ? ആർക്കും ഉത്തരമില്ല. അവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫാണ്. വയർലെസ് സെറ്റിൽ മറുപടിയില്ല. നഗരത്തിന്റെ രക്ഷകർ എന്ന് കരുതപ്പെട്ടവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. ഒടുവിൽ അരുൺ ജാധവ് അതീവ പ്രയാസപ്പെട്ട് വയർലെസ് സെറ്റിലൂടെ ആ വിവരം കൈമാറുന്നു. ഭീകരർ പോലീസ് ജീപ്പ് ഹൈജാക്ക് ചെയ്തു. സാർമാർ എല്ലാവരും. അദ്ദേഹത്തിന് വാചകം മുഴുമിപ്പിക്കാൻ കഴിയുന്നില്ല. ആ രാത്രിയിലെ ഏറ്റവും വലിയ നഷ്ടം അതായിരുന്നു. മുംബൈയെ സംരക്ഷിക്കേണ്ട തലവന്മാർ വീണുപോയിരിക്കുന്നു. ഇനി ആ നഗരത്തെ ആര് രക്ഷിക്കും? കസബും ഇസ്മായിലും ആ ജീപ്പിൽ മെട്രോ സിനിമ ജംഗ്ഷനിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അഹങ്കാരം വാനോളമാണ്. പോലീസിന്റെ വണ്ടിയിൽ പോലീസിന്റെ തോക്കുമായി നഗരത്തെ വിറപ്പിക്കുന്ന ഭീകരർ. പക്ഷേ അവർക്കറിയില്ലായിരുന്നു വിധി അവർക്കായി മറ്റൊരു കെണിയൊരുക്കുന്നുണ്ടെന്ന്. ആ ക്വാളിസ് ജീപ്പിന്റെ യാത്ര അധിക ദൂരം പോകില്ല. ഗിർഗാം ചൗപാട്ടി എന്ന കടൽ തീരത്ത് അവരെ കാത്തൊരു ചെറിയ ബാരിക്കേഡും വലിയ ധൈര്യമുള്ള ഒരു പിടി പോലീസുകാരും നിൽപ്പുണ്ട്. മുംബൈയിലെ മറൈൻ ഡ്രൈവ് എന്ന് കേട്ടിട്ടില്ലേ? ക്വീൻസ് നെക്ലസ് എന്ന് വിളിക്കുന്ന ആ സുന്ദരമായ കടൽ തീരം. രാത്രിയിൽ വരിവരിയായി കത്തുന്ന തെരുവ് വിളക്കുകൾ കണ്ടാൽ ഒരു വജ്രമാല പോലെ തോന്നും. സാധാരണ ദിവസങ്ങളിൽ കമിതാക്കളുടെയും കാറ്റുകൊണ്ട് നടക്കാൻ വരുന്നവരുടെയും ഇഷ്ടസ്ഥലമാണത്. അവിടെയാണ് ഗിൽഗാം ചൗപാട്ടി എന്ന ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഗണപതി നിമജ്ജനത്തിന് ലക്ഷങ്ങൾ കൂടുന്ന സ്ഥലം. പക്ഷേ നവംബർ 26 രാത്രി ആ കടൽ തീരം വിജനമായിരുന്നു. കടലിൽ നിന്നുള്ള ഉപ്പുകാറ്റ് വീശുന്നുണ്ടായിരുന്നു. കൂടെ മരണത്തിൻ്റെ മണവും. നമ്മൾ നേരത്തെ കണ്ട ആ സിൽവർ നിറമുള്ള ക്വാളിസ് ജീപ്പ് ഇപ്പോൾ മരണപ്പാച്ചിലാണ്. ഹേമന്ത് കർക്കറയുടെയും മറ്റുദ്യോഗസ്ഥരുടെയും ചോര പുരണ്ട ആ വണ്ടിയിൽ കസബും ഇസ്മായിലും നഗരത്തിലൂടെ കറങ്ങുകയാണ്. അവരുടെ പ്ലാൻ എന്താണെന്നോ? മലബാർ ഹിൽസ് എന്ന VVIP പ്രദേശത്തേക്ക് പോകുക, അവിടെയുള്ള ഏതെങ്കിലും ഉന്നതരെ തട്ടിക്കൊണ്ടു പോകുകയോ കൊല്ലുകയോ ചെയ്യുക. എന്നാൽ വിധി അവർക്കായി ഒരുക്കിയ കെണി ഗിൽഗാം ചൗപാട്ടിയിൽ തയ്യാറായിരുന്നു. DB മാർക്ക് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് വയർലെസ് സന്ദേശം ലഭിച്ചിരുന്നു. ഹൈജാക്ക് ചെയ്ത പോലീസ് ജീപ്പ് നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ തുക്കാരാം ഓംബ്ലെയും കുറച്ച് കോൺസ്റ്റബിൾമാരുമായിരുന്നു. അവരുടെ കയ്യിൽ AK-47 തോക്കുകളില്ല. വെറും ലാത്തികളും പഴയ റൈഫിളുകളും മാത്രം. എങ്കിലും അവർ ഭയന്നില്ല. റോഡിന്റെ നടുക്കായി അവർ ബാരിക്കേഡുകൾ നിരത്തി. വണ്ടി വന്നാൽ തടയാൻ തയ്യാറായി അവർ നിന്നു. ദൂരെ നിന്ന് ആ പോലീസ് ജീപ്പ് വരുന്നത് അവർ കണ്ടു. സൈറൻ മുഴക്കാതെ, എന്നാൽ അമിത വേഗതയിൽ വരുന്ന ജീപ്പ്. ബാരിക്കേഡ് കണ്ടതും ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ഇസ്മായിലിന് കാര്യം പിടികിട്ടി. വഴി അടച്ചിരിക്കുകയാണ്. അവൻ വണ്ടി വെട്ടിച്ച് U-ടേൺ എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ വേഗത കൂടിപ്പോയതിനാൽ നിയന്ത്രണം വിട്ട ജീപ്പ് റോഡിന്റെ നടുവിലുള്ള ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി നിന്നു. ടയറുകൾ ഉരസുന്ന ശബ്ദം ആ നിശബ്ദതയിൽ മുഴങ്ങി. വണ്ടി നിന്നതും പോലീസ് സംഘം അതിനെ വളഞ്ഞു. അവർക്കറിയില്ലായിരുന്നു അതിനുള്ളിലിരിക്കുന്നത് മുംബൈ കണ്ട ഏറ്റവും ക്രൂരരായ ഭീകരരാണെന്ന്. പോലീസ് ജീപ്പിനടുത്തേക്ക് നീങ്ങിയതും ഇസ്മായിൽ വെടിവെപ്പ് തുടങ്ങി. അവൻ വിൻഡോയിലൂടെ പുറത്തേക്ക് തലയിട്ട് തുരുതുരാ വെടിയുതിർത്തു. പോലീസുകാർ തിരിച്ചും വെടിവെച്ചു. ഈ വെടിവെപ്പിൽ ഇസ്മായിലിന് ഗുരുതരമായി പരിക്കേറ്റു. അവൻ സ്റ്റിയറിംഗ് വീലിലേക്ക് കുഴഞ്ഞു വീണു. എന്നാൽ മറുവശത്തിരുന്ന കസബ് അപ്പോഴും സജീവമായിരുന്നു. അവൻ പതുക്കെ കാറിന്റെ ഡോറ് തുറന്നു. പുറത്തിറങ്ങുമ്പോൾ അവൻ കൈകൾ ഉയർത്തിപ്പിടിച്ചു. കണ്ടാൽ തോന്നും കീഴടങ്ങാൻ പോവുകയാണെന്ന്. അല്ലെങ്കിൽ അവന് പരിക്കേറ്റുവെന്ന് തോന്നിപ്പിക്കാൻ അവൻ ശ്രമിച്ചു. ഇവിടെയാണ് ആ നിമിഷം വന്നെത്തുന്നത്. ഒരു സാധാരണ പോലീസുകാരൻ ഒരു സൂപ്പർ ഹീറോയായി മാറുന്ന നിമിഷം. തുക്കാരാം ഓംബ്ലെ എന്ന മധ്യവയസ്കൻ ആ ഭീകരന്റെ അടുത്തേക്ക് നടന്നു നീങ്ങി. കസബ് അഭിനയിക്കുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകണം. അല്ലെങ്കിൽ സ്വന്തം ജീവൻ കൊടുത്തും ആ ഭീകരനെ പിടിക്കണമെന്ന വാശി അദ്ദേഹത്തിന്റെ ഉള്ളിൽ കയറി കാണും.
കസബ് വണ്ടിയിൽ നിന്നിറങ്ങിയ ഉടനെ അപ്രതീക്ഷിതമായി തൻ്റെ തോക്ക് താഴ്ത്തി പോലീസുകാർക്ക് നേരെ വെടിവെക്കാൻ ഒരുങ്ങി. അവിടെയുണ്ടായിരുന്ന മറ്റുള്ളവർ ചിതറി ഓടുകയോ കവറെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്തപ്പോൾ ഓംബ്ലെ ചെയ്തത് മറ്റൊന്നാണ്. അദ്ദേഹം നേരെ കസബിൻ്റെ മേലേക്ക് ചാടി വീണു. ആ AK-47 തോക്കിൻ്റെ ബാരലിൽ അദ്ദേഹം കടന്നുപിടിച്ചു. മുംബൈ നഗരത്തിൻ്റെ വിധി മാറ്റിയെഴുതിയ പിടിവലിയായിരുന്നു അത്. തുക്കാറാം ഓംബ്ലെയുടെ കൈകൾ കസബിൻ്റെ തോക്കിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. കസബ് വിടാൻ ഭാവമില്ല. അവൻ ട്രിഗർ വലിച്ചു. വെടിയുണ്ടകൾ ചീറിപ്പായുന്നു. പക്ഷേ ആ വെടിയുണ്ടകൾ പോയത് ഓംബ്ലെയുടെ വയറ്റിലേക്കാണ്. 1, 2, 3, 5-ലധികം വെടിയുണ്ടകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തുളച്ചു കയറി. സാധാരണഗതിയിൽ ഒരാൾ വെടിയേറ്റാൽ പിടിവിടും, പിന്നോട്ട് വീഴും. പക്ഷേ ഓംബ്ലെ പിടിവിട്ടില്ല. ചോര വാർന്നൊഴുകുമ്പോഴും ജീവൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം ആ തോക്കിൻ്റെ ബാരലിൽ നിന്ന് കൈയെടുത്തില്ല. ആ തോക്ക് മറ്റൊരാൾക്ക് നേരെ തിരിയാൻ അദ്ദേഹം അനുവദിച്ചില്ല. പിടിക്കവനെ എന്നദ്ദേഹം അലറി വിളിച്ചിട്ടുണ്ടാകണം. ഓംബ്ലെയുടെ ഈ ധീരത കണ്ട് മറ്റു പോലീസുകാർക്ക് ആവേശം കയറി. അവർ ഓടിയെത്തി ലാത്തികൾ കൊണ്ട് കസബിനെ തല്ലിച്ചതച്ചു. ആ അടിയിൽ കസബിൻ്റെ കയ്യിൽ നിന്ന് തോക്ക് തെറിച്ചുപോയി. അവനെ അവർ റോഡിലേക്ക് വലിച്ചിട്ടു. ജനക്കൂട്ടത്തിൻ്റെ രോഷം മുഴുവൻ ആ ലാത്തിപ്പൂടുകളായി അവൻ്റെ മേൽ പതിച്ചു. അപ്പോഴേക്കും ഓംബ്ലെ റോഡിൽ കുഴഞ്ഞു വീണിരുന്നു. അദ്ദേഹത്തിൻ്റെ യൂണിഫോം ചോരയിൽ കുതിർന്നു. കസബിനെ ജീവനോടെ പിടികൂടി. 26/11 ആക്രമണത്തിലെ ഒരേയൊരു ലൈഫ് ക്യാച്ച്. ഇത് വെറുമൊരു അറസ്റ്റായിരുന്നില്ല. പാകിസ്ഥാന്റെ പങ്ക് ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ ഇന്ത്യക്ക് കിട്ടിയ ഏറ്റവും വലിയ തെളിവായിരുന്നു അജ്മൽ കസബ്. അവൻ മരിച്ചിരുന്നെങ്കിൽ ഇതൊരു അജ്ഞാതാക്രമണമായി മാറിയേനെ. ഓംബ്ലെ തൻ്റെ ജീവൻ കൊടുത്ത് വാങ്ങിയത് ഇന്ത്യയുടെ സത്യമാണ്. പോലീസുകാർ കസബിനെയും ഇസ്മായിലിനെയും നായർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിയിൽ ഇസ്മായിൽ മരിച്ചു. ആശുപത്രിയിലെത്തിയ കസബ് താൻ മരിക്കാൻ പോകുകയാണെന്ന് കരുതി അവിടെയുള്ള ഡോക്ടർമാരോട് കേണപേക്ഷിച്ചു. എന്നെ രക്ഷിക്കൂ, എനിക്ക് മരിക്കണ്ട. എത്ര വിരോധാഭാസമാണല്ലേ. 100 കണക്കിന് ആളുകളെ കൊന്നൊടുക്കാൻ വന്നവൻ സ്വന്തം കാര്യം വന്നപ്പോൾ ജീവന് വേണ്ടി കരയുന്നു. എന്നാൽ തുക്കാറാം ഓംബ്ലെ സ്വന്തം ജീവൻ കളഞ്ഞ് ഒരു നഗരത്തെ ജയിപ്പിച്ചു. ആശുപത്രിയിൽ വെച്ച് ഓംബ്ലെ അന്ത്യശ്വാസം വലിച്ചു. അവസാന നിമിഷം വരെ അദ്ദേഹം ബോധവാനായിരുന്നു എന്ന് പറയപ്പെടുന്നു. താൻ പിടിച്ച ഭീകരൻ രക്ഷപ്പെട്ടില്ല എന്നുറപ്പുവരുത്തിയ ശേഷമാണ് ആ കണ്ണുകൾ അടഞ്ഞത്. പിന്നീട് രാജ്യം അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി അശോക ചക്ര നൽകി ആദരിച്ചു. ഗിൽഗാം ചൗപ്പാട്ടിയിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയുണ്ട്. തിരക്കിട്ടു പോകുന്ന മുംബൈക്കാർക്കിടയിൽ ആ വെങ്കല പ്രതിമ നോക്കി ചിരിക്കുന്നുണ്ടാകും. അങ്ങനെ നഗരത്തിലെ ഭീകരരിൽ ഒരാൾ പിടിയിലായി. ബാക്കിയുള്ളവർ അപ്പോഴും പലയിടങ്ങളിലായി മരണം വിതയ്ക്കുകയായിരുന്നു. കസബിൻ്റെ കഥ ഇവിടെ ഒരു ജയിൽ മുറിയിലേക്ക് മാറുന്നു. പക്ഷേ പുറത്ത് ആ രാത്രി ഇനിയും അവസാനിച്ചിട്ടില്ല. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നഗരത്തിലെ മറ്റൊരാഡംബര ഹോട്ടലിലേക്കാണ്. അവിടെ കുറേ പേർ കുടുങ്ങിക്കിടപ്പുണ്ട്. പുറം ലോകവുമായി ബന്ധമില്ലാതെ ഇരുട്ടിൽ ശ്വാസമടക്കി പിടിച്ച്. ഒബ്രോയി ട്രൈഡന്റ് ഹോട്ടൽ. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം. ആ പോലീസുകാരൻ്റെ ത്യാഗം വെറുതെയായില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. കസബ് വാ തുറക്കുന്നതോടെ ഈ ഗൂഢാലോചനയുടെ ചുരുളുകൾ അഴിയാൻ തുടങ്ങും. മുംബൈയുടെ സ്കൈലൈനിൽ തലയുയർത്തി നിൽക്കുന്ന 2 സഹോദരന്മാരെ പോലെയാണ് ഒബ്രോയ് ട്രൈഡന്റ് ഹോട്ടലുകൾ. നരിമാൻ പോയിന്റിലെ തിരക്കുകൾക്കിടയിൽ ബിസിനസ് ലോകത്തെ രാജാക്കന്മാർ ഒത്തുചേരുന്ന സ്ഥലം. താജ് ഹോട്ടൽ ഒരു പൈതൃക സ്മാരകമാണെങ്കിൽ ഒബ്രോയ് ആധുനികതയുടെ പര്യായമാണ്. കണ്ണാടി ചുവരുകളും മിനുസമേറിയ മാർബിൾ തറകളും കോടികൾ വിലമതിക്കുന്ന കലാസൃഷ്ടികളും നിറഞ്ഞ ഒരു അത്ഭുത ലോകം. അവിടെ അത്താഴം കഴിക്കുക എന്നത് പലർക്കും ഒരു സ്റ്റാറ്റസ് സിംബലാണ്. നവംബർ 26 രാത്രി താജിലും CSTയിലും വെടിവെപ്പ് നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഇവിടെയും 2 അതിഥികൾ എത്തുന്നത്, ഫഹദുള്ളയും അബ്ദുൾ റഹ്മാനും. പക്ഷെ അവർക്ക് മുറി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തോളിലെ വലിയ ബാഗുകളിൽ നിറയെ വെടിക്കോപ്പുകളുമായാണ് അവർ ലോഡിയിലേക്ക് കയറുന്നത്. റിസപ്ഷനിലെ മനോഹരമായ പൂക്കൾ അലങ്കരിച്ച വാനുകൾക്ക് മുന്നിൽ വച്ച് അവർ തോക്കുകൾ പുറത്തെടുക്കുന്നു. പിന്നെ കേൾക്കുന്നത് ചില്ലുകൾ തകരുന്ന ശബ്ദമാണ്. ആഡംബരത്തിൻ്റെ പ്രതീകമായ ആ വലിയ ഗ്ലാസ് ജനലുകൾ വെടിയുണ്ടകൾക്ക് മുന്നിൽ തകർന്നു വീഴുന്നു. ഹോട്ടലിലെ ടിഫിൻ, കാണ്ടഹാർ എന്നീ പ്രശസ്തമായ റെസ്റ്റോറൻറ്റുകളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവർ ആദ്യം വിചാരിച്ചത് വല്ല ഗ്യാസ് സിലിണ്ടറും പൊട്ടിയതാകും എന്നാണ്. എന്നാൽ നിമിഷങ്ങൾക്കകം ആ ചിന്ത മാറുന്നു. തൂക്കുമായി 2 ചെറുപ്പക്കാർ റെസ്റ്റോറൻറ്റിലേക്ക് ഓടിക്കയറുന്നു.
മുന്നിൽ കണ്ടവരെയൊക്കെ അവർ വെടിവെച്ച് വീഴ്ത്തുന്നു. ഭക്ഷണം കഴിച്ചിരുന്ന പാത്രങ്ങളിലേക്ക് ചോര തെറിക്കുന്നു. ആളുകൾ നിലവിളിച്ചുകൊണ്ട് അടുക്കളയിലേക്കും സ്റ്റോർ റൂമുകളിലേക്കും ഓടുന്നു. ചിലർ മേശക്കളിയിൽ പമ്മിയിരിക്കുന്നു, ശ്വാസം പോലും വിടാൻ ഭയന്ന്. ഒബ്രോയ് ഹോട്ടലിന്റെ പ്രത്യേകത അതിന്റെ ഘടനയാണ്. നടുക്ക് വലിയൊരു ഏട്രിയമുണ്ട്. അതായത് താഴത്തെ നിലയിൽ നിന്നാൽ മുകളിലത്തെ നിലകൾ വരെ കാണാം. ഇത് ഭീകരർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി. അവർ മുകളിലെ നിലകളിലേക്ക് കയറി താഴേക്ക് വെടിവെക്കാൻ തുടങ്ങി. ഇതൊരു എലിയും പൂച്ചയും കളിയായിരുന്നു. അതിഥികൾക്ക് എങ്ങോട്ടോടണമെന്നറിയില്ല. ലിഫ്റ്റുകൾ പ്രവർത്തിക്കുന്നില്ല. കോണിപ്പടികളിൽ ഭീകരരുണ്ട്. ഹോട്ടൽ ജീവനക്കാർ തങ്ങളുടെ അതിഥികളെ രക്ഷിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അടുക്കളയിലെ വലിയ ഫ്രീസറുകൾക്കുള്ളിലും എയർ ഡക്റ്റുകൾക്കുള്ളിലും അവർ ആളുകളെ ഒളിപ്പിച്ചു. മിണ്ടരുത്, അനങ്ങരുത് എന്നവർ ആംഗ്യം കാണിച്ചു. ഭീകരർ ഓരോ നിലകളിലായി കയറി ഇറങ്ങുകയാണ്. അവർ വെറുതെ വെടിവെക്കുക മാത്രമല്ല ചെയ്തത്, വാതിലുകളിൽ തട്ടി വിളിക്കുന്നു. റൂം സർവീസ്, സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പുറത്തിറക്കാൻ നോക്കുന്നു. വാതിൽ തുറന്നാൽ പിന്നെ മറുചോദ്യമില്ല, വെടിയുണ്ട മാത്രം. ചിലർ മുറികൾക്കുള്ളിൽ കുടുങ്ങിപ്പോയി. അവർ കസേരകളും മേശകളും വലിച്ചിട്ട് വാതിൽ ബ്ലോക്ക് ചെയ്തു. ബാത്റൂമുകളിൽ കയറി കഥ കടച്ചു. ടിവിയിലെ വാർത്തകളിൽ അവർ കാണുന്നുണ്ട് തങ്ങൾ നിൽക്കുന്ന കെട്ടിടത്തിന് പുറത്ത് എന്ത് നടക്കുന്നുവെന്ന്. പുറത്ത് സൈറൺ ഒച്ചകൾ കേൾക്കാം, പക്ഷേ ആർക്കും അകത്തേക്ക് വരാൻ പറ്റുന്നില്ല. ഭീകരർ തന്ത്രപരമായ സ്ഥലങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവരിടയ്ക്കിടെ ഗ്രനേഡുകൾ എറിയുന്നു. ആ ശബ്ദം ഹോട്ടലിന്റെ ഏട്രിയത്തിൽ മുഴങ്ങുമ്പോൾ അത് വലിയൊരു ബോംബ് സ്ഫോടനം പോലെ തോന്നിപ്പിക്കുന്നു. ഈ സമയത്ത് ഭീകരർക്ക് പാകിസ്ഥാനിൽ നിന്ന് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നു. എത്ര പേരുണ്ട്, എവിടെയാണ് അവർ ഒളിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ ടിവിയിൽ വരുന്നുണ്ടായിരുന്നത് ഭീകരരുടെ ഹാൻഡ്ലേഴ്സും കാണുന്നുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഇത് ഭീകരർക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി. ഒളിച്ചിരിക്കുന്നവരെ കണ്ടുപിടിക്കാൻ അവർക്ക് പുറത്തുനിന്ന് സഹായം ലഭിച്ചു. രാത്രി നീങ്ങുന്തോറും ഒബ്രോയ് ഹോട്ടൽ ഒരു പ്രേതാലയം പോലെയായി. വൈദ്യുതി ബന്ധം പലയിടത്തും വിച്ഛേദിക്കപ്പെട്ടു. എമർജൻസി ലൈറ്റുകളുടെ മങ്ങിയ വെളിച്ചം മാത്രം. ഇടനാഴികളിലെ കട്ടിയുള്ള കാർപ്പറ്റുകളിൽ ഭീകരരുടെ ബൂട്ട്സ് ശബ്ദം കേൾക്കാതിരിക്കാൻ അതിഥികൾ കാതോർത്ത് കിടന്നു. തൊട്ടടുത്ത മുറിയിൽ നിന്ന് വെടിയൊച്ച കേൾക്കുമ്പോൾ അടുത്തത് തങ്ങളുടെ ഊഴമാണെന്ന് അവർക്ക് മനസ്സിലായി. പലരും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവസാന സന്ദേശങ്ങൾ അയച്ചു. എന്നോട് ക്ഷമിക്കൂ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, കുട്ടികളെ നോക്കണേ. മൊബൈൽ ഫോണിന്റെ വെളിച്ചം പുറത്തേക്ക് കാണാതിരിക്കാൻ അവർ പുതപ്പിനുള്ളിൽ ഒളിച്ചിരുന്നാണ് മെസ്സേജ് ടൈപ്പ് ചെയ്തത്. ഹോട്ടലിലെ 19-ാം നിലയിലും മറ്റും തീപിടുത്തമുണ്ടായി. ഭീകരർ മുറികളിലെ മെത്തകൾ കൂട്ടിയിട്ട് തീ കൊളുത്തുകയായിരുന്നു. പുകപടലങ്ങൾ എയർ കണ്ടീഷൻ വെന്റുകളിലൂടെ എല്ലാ മുറികളിലേക്കും പടർന്നു. ശ്വാസം മുട്ടി മരിക്കുമോ അതോ വെടിയേറ്റ് മരിക്കുമോ എന്ന അവസ്ഥ. ജനൽച്ചില്ലുകൾ തകർത്ത് തൂവാലകൾ വീശി പുറത്തുള്ളവരെ അറിയിക്കാൻ ശ്രമിച്ചു. ഞങ്ങളെ രക്ഷിക്കൂ എന്നെഴുതിയ കടലാസുകൾ അവർ ജനലിൽ ഒട്ടിച്ചുവെച്ചു. താഴെ റോഡിൽ നിൽക്കുന്നവർക്ക് കാണാമായിരുന്നു മുകളിലെ നിലകളിൽ നിന്നുയരുന്ന പുക. ഫയർഫോഴ്സിന് അടുക്കാൻ പറ്റാത്ത സാഹചര്യം. കാരണം ഏത് ജനലിൽ നിന്നാണ് വെടിയുണ്ട വരിക എന്ന് പറയാൻ പറ്റില്ല. ഫഹദുള്ളയും അബ്ദുൾ റഹ്മാനും ക്ഷീണമില്ലാതെ നടക്കുകയാണ്. അവരിടയ്ക്ക് ഹോട്ടലിലെ ബാറിൽ നിന്ന് മദ്യമെടുത്ത് കുടിക്കുന്നു. അവിടെയുള്ള ഭക്ഷണം കഴിക്കുന്നു. എന്നിട്ട് വീണ്ടും വേട്ട തുടരുന്നു. ആഡംബരത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ നിന്നിരുന്ന ആ ഹോട്ടലിലെ ഇടനാഴികൾ ഇപ്പോൾ ചോരയും വെള്ളവും കൊണ്ട് വഴുതുന്ന അവസ്ഥയിലാണ്. ഇതിനിടയിൽ ചിലർ അത്ഭുതകരമായി രക്ഷപ്പെടുന്നുണ്ടായിരുന്നു. ഒരു ടർക്കിഷ് ദമ്പതികളെ ഭീകരർ പിടികൂടി. മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ അവരെ വെറുതെ വിട്ടു. എന്നാൽ മറ്റുള്ളവർക്ക് ആ ഭാഗ്യമുണ്ടായിരുന്നില്ല. പാസ്പോർട്ട് നോക്കി വിദേശികളെ പ്രത്യേകം തിരഞ്ഞുപിടിച്ചായിരുന്നു ആക്രമണം. അമേരിക്കക്കാരെയും ബ്രിട്ടീഷുകാരെയും കൊല്ലണം എന്നതായിരുന്നു അവർക്ക് ലഭിച്ച പ്രധാന നിർദ്ദേശം. മണിക്കൂറുകൾ ദിവസങ്ങളായി മാറി. പുറത്ത് നേരം വെളുത്തെങ്കിലും ഹോട്ടലിനുള്ളിൽ ഇപ്പോഴും ഇരുട്ട് തന്നെയാണ്. വെള്ളമില്ല, ഭക്ഷണമില്ല, ഭയം മാത്രം. കുഞ്ഞുങ്ങൾ വിശന്ന് കരയുമ്പോൾ വായ പൊത്തിപ്പിടിക്കുന്ന അമ്മമാർ. ബാത്റൂമിലെ ടാപ്പിൽ വരുന്ന കലങ്ങിയ വെള്ളം കുടിച്ച് ദാഹം മാറ്റുന്ന കോടീശ്വരന്മാർ. പണത്തിനോ സ്വാധീനത്തിനോ അവിടെ ഒരു വിലയുമില്ലായിരുന്നു. എല്ലാവരും വെറും മനുഷ്യർ മാത്രം. ജീവനു വേണ്ടി യാചിക്കുന്ന വെറും മനുഷ്യർ. ഓരോ തവണ ലിഫ്റ്റ് ബെല്ലടിക്കുമ്പോഴും ഹൃദയം നിലയ്ക്കുന്ന അവസ്ഥ. NSG കമാൻഡോകൾ എത്തുന്നതുവരെ ഈ നരകയാതന തുടർന്നു. ഏകദേശം 42 മണിക്കൂറുകൾ നീണ്ടുനിന്ന ഉപരോധം. ഒബ്രോയുടെ ചരിത്രത്തിലെ ഏറ്റവും നീണ്ട 42 മണിക്കൂറുകൾ. ഭീകരർ അവസാന ശ്വാസം വരെ പൊരുതി. അവർക്ക് കീഴടങ്ങാൻ ഉദ്ദേശ്യമില്ലായിരുന്നു. മരിക്കുന്നതുവരെ കൊല്ലുക, അതായിരുന്നു അവരുടെ മതം. ഒടുവിൽ കമാൻഡോകൾ അകത്ത് കയറി ഓരോ നിലയും തിരിച്ചുപിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിഥികൾക്ക് ശ്വാസം നേരെ വീണത്. പക്ഷേ ആ ഭീകര രാത്രികൾ അവസാനിച്ചിട്ടും ഒബ്രോയുടെ ചുവരുകളിൽ നിന്ന് ആ വെടിയൊച്ചകളുടെ മാറ്റൊലി മാറാൻ വർഷങ്ങളെടുത്തു. ആഡംബരത്തിൻ്റെ മിനുസമുള്ള തറകളിൽ വീണ ചോരക്കറകൾ മായ്ക്കാൻ കഴിയും,
പക്ഷേ അവിടെ കുടുങ്ങിപ്പോയവരുടെ മനസ്സിലെ മുറിവുകൾ ഒരിക്കലും ഉണങ്ങില്ല. ഇനി നമ്മൾ പോകുന്നത് ഇതിലും ചെറിയ എന്നാൽ ഇതിലും വലിയ വേദന നിറഞ്ഞ മറ്റൊരു സ്ഥലത്തേക്കാണ്. ഒരു ജൂത കുടുംബം താമസിക്കുന്ന നരിമാൻ ഹൗസ്. അവിടെ ഒരു കുഞ്ഞ് തൻ്റെ മാതാപിതാക്കളെ കാത്തിരിക്കുന്നുണ്ട്. മുംബൈയിലെ കൊളാബ മാർക്കറ്റിൻ്റെ തിരക്കുകൾക്കിടയിൽ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു ഇടുങ്ങിയ വഴിയിലായിരുന്നു നരിമാൻ ഹൗസ് സ്ഥിതി ചെയ്തിരുന്നത്. വെളുത്ത പെയിൻ്റടിച്ച ആ 5 നില കെട്ടിടം പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ അപ്പാർട്ട്മെൻറ്റ് പോലെ തോന്നും. എന്നാൽ അത് ചബാദ് ഹൗസ് എന്നറിയപ്പെടുന്ന ജൂതരുടെ ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു. മുംബൈയിലെത്തുന്ന ജൂതസഞ്ചാരികൾക്ക് താമസിക്കാനും ഭക്ഷണം കഴിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ഒരിടം. അവിടെ താമസിച്ചിരുന്നത് ഗബ്രിയേൽ ഹോൾസ്ബർഗ് എന്ന റബ്ബിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ റിവ്കയുമായിരുന്നു. ആർക്കും ഒരു ശല്യവുമില്ലാതെ വരുന്നവർക്ക് സ്നേഹവും ഭക്ഷണവും നൽകിക്കഴിഞ്ഞിരുന്ന ഒരു ചെറിയ കുടുംബം. നവംബർ 26 രാത്രി നഗരം മുഴുവൻ സ്ഫോടനങ്ങളിലും വെടിവെപ്പിലും വിറച്ചു നിൽക്കുമ്പോൾ ഈ ഇടുങ്ങിയ തെരുവിലേക്കും ആ ദുരന്തം നടന്നുവരികയായിരുന്നു. ബാബർ ഇമ്രാൻ, നാസിർ എന്നീ 2 ഭീകരരാണ് ഇവിടേക്കെത്തിയത്. അവരുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു: ഇസ്രായേലിനോടും ജൂത സമൂഹത്തോടുമുള്ള പക തീർക്കുക. ആരും പ്രതീക്ഷിക്കാത്ത ഒരിടത്താണ് അവർ ആക്രമണം നടത്തിയത്. തൊട്ടടുത്ത് ഒരു പെട്രോൾ പമ്പുണ്ടായിരുന്നു. ആദ്യം അവർ ആ പെട്രോൾ പമ്പ് തകർക്കാൻ ഉദ്ദേശിച്ചിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആ പ്രദേശം മുഴുവൻ ഒരു തീഗോളമായി മാറിയേനെ. ഭാഗ്യവശാൽ അത് നടന്നില്ല. പകരം അവർ നരിമാൻ ഹൗസിലേക്ക് ഇരച്ചു കയറി. അവിടെയുണ്ടായിരുന്ന റബ്ബിയും ഗർഭിണിയായ ഭാര്യ റിവ്കയും പിന്നെ അവിടെ വിരുന്നുകാരായി വന്ന മറ്റു ചിലരും ഭീകരരുടെ പിടിയിലായി. തോക്കിൻ മുനയിൽ അവർ ആ പാവങ്ങളെ ബന്ധികളാക്കി. ചുറ്റുമുള്ള കെട്ടിടങ്ങളിലെ ആളുകൾ വിചാരിച്ചത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിയതാണെന്നാണ്. അവർ ഓടിക്കൂടി. ചിലർ കെട്ടിടത്തിന് നേരെ കല്ലെറിഞ്ഞു. അപ്പോഴാണ് ജനലിലൂടെ ഭീകരർ പുറത്തേക്ക് വെടിയുതിർത്തത്. അതോടെ ജനം ചിതറിയോടി. ആ ഇടുങ്ങിയ തെരുവ് നിമിഷനേരം കൊണ്ട് വിജനമായി. നരിമാൻ ഹൗസിന് ഒരു പ്രത്യേകതയുണ്ട്. ചുറ്റും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കെട്ടിടങ്ങളാണ്. അതുകൊണ്ട് തന്നെ പോലീസിനോ പട്ടാളത്തിനോ പെട്ടെന്ന് അവിടേക്ക് അപ്രോച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഭീകരർ മുകളിലത്തെ നിലകളിൽ നിലയുറപ്പിച്ചു. അവിടെ നിന്ന് നോക്കിയാൽ താഴെ നടക്കുന്നതൊക്കെ കാണാം. അവർ അവിടെയുണ്ടായിരുന്ന മദ്യശേഖരവും ഭക്ഷണവും എടുത്തുപയോഗിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടെ താഴേക്ക് ഗ്രനേഡുകൾ എറിഞ്ഞു. ആ ഇടുങ്ങിയ സ്ഥലത്ത് ഗ്രനേഡ് പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. കെട്ടിടം മുഴുവൻ കുലുങ്ങി. ഇതിനിടയിൽ ആ കെട്ടിടത്തിനുള്ളിൽ ഒരു വലിയ അത്ഭുതം നടക്കാൻ പോകുന്നുണ്ടായിരുന്നു. സാന്ദ്ര സാമുവൽ എന്ന ഇന്ത്യൻ നാനി അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. റബ്ബിയുടെയും റിവ്കയുടെയും 2 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ ബേബി മോശയെ നോക്കുന്നത് സാന്ദ്രയായിരുന്നു. വെടിവെപ്പ് തുടങ്ങിയപ്പോൾ സാന്ദ്ര താഴത്തെ നിലയിലെ ഒരു സ്റ്റോർ റൂമിൽ ഒളിച്ചിരുന്നു. പേടിച്ചു വിറച്ച് ശ്വാസം പോലും വിടാതെ അവൾ അവിടെ ഇരുന്നു. മുകളിൽ നിന്ന് വെടിയൊച്ചകളും നിലവിളികളും കേൾക്കാം. താൻ നോക്കി വളർത്തിയ കുഞ്ഞെവിടെയാണെന്ന് അവൾക്കറിയില്ലായിരുന്നു. മുകളിലെ നിലയിൽ മാതാപിതാക്കളുടെ കൂടെയാണോ അതോ വേറെ എവിടെയെങ്കിലുമാണോ? ആ അനിശ്ചിതത്വം അവളെ വല്ലാതെ വേദനിപ്പിച്ചു. സമയം കടന്നുപോയി. പുറത്ത് പോലീസ് കെട്ടിടത്തെ വളഞ്ഞിട്ടുണ്ട്. പക്ഷേ അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. ഭീകരർ ശക്തമായ തിരിച്ചടി നൽകുന്നുണ്ട്. നവംബർ 27 രാവിലെയായപ്പോൾ കെട്ടിടത്തിനുള്ളിൽ നിന്നൊരു കരച്ചിൽ കേൾക്കാൻ തുടങ്ങി. സാന്ദ്ര, സാന്ദ്ര എന്ന് പേര് വിളിച്ചില്ലെങ്കിലും ആ കരച്ചിൽ സാന്ദ്രഹി തിരിച്ചറിയാമായിരുന്നു. അത് മോശയാണ്, അവളുടെ കുഞ്ഞ്. ഭയം വകവയ്ക്കാതെ അവൾ ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങി. ജീവൻ പോകുമെങ്കിൽ പോകട്ടെ, ആ കുഞ്ഞിനെ കണ്ടുപിടിക്കണം. അവൾ പതുക്കെ മുകളിലേക്ക് കയറി. കോണിപ്പടികളിൽ ചോരപ്പാടുകളുണ്ടായിരുന്നു. 2ാം നിലയിലെത്തിയപ്പോൾ അവൾ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. റബ്ബിയും റിവ്കയും തറയിൽ അനക്കമില്ലാതെ കിടക്കുന്നു. അവർക്ക് ചുറ്റും ചോര തളം കെട്ടി നിൽക്കുന്നു. ആ ചോരയിൽ മുങ്ങിയ പാൻറ്റും ധരിച്ച് മാതാപിതാക്കളുടെ അടുത്തുനിന്ന് വാവിട്ട് കരയുന്ന 2 വയസ്സുകാരൻ മോശെ. അവൻ അമ്മയെ കുലുക്കി വിളിക്കാൻ നോക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ പറയുന്നുണ്ടാകാം. സാന്ദ്രയ്ക്ക് ആലോചിക്കാൻ സമയം കിട്ടിയില്ല. ഭീകരർ ഏത് നിമിഷവും അവിടേക്ക് വരാം. അവൾ ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ വാരിയെടുത്തു. സാന്ദ്ര മോശയെ നെഞ്ചോട് ചേർത്തു പിടിച്ചു. കുഞ്ഞ് ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ തിരിഞ്ഞു നോക്കാതെ താഴേക്ക് ഓടി.
ഭീകരർ മുകളിലത്തെ നിലയിലായിരുന്നുവെന്ന് തോന്നുന്നു. ഭാഗ്യത്തിന് അവർ സാന്ദ്രയെ കണ്ടില്ല. അല്ലെങ്കിൽ ആ കുഞ്ഞിന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു. സാന്ദ്ര കെട്ടിടത്തിൻ്റെ പുറത്തേക്ക് ഓടിയിറങ്ങി. പുറത്തുനിന്ന പോലീസുകാരും മാധ്യമപ്രവർത്തകരും കണ്ടത് ചോരയിൽ കുതിർന്ന വസ്ത്രം ധരിച്ച ഒരു കുഞ്ഞിനെയും കൊണ്ട് ഓടിവരുന്ന ആ സ്ത്രീയെയാണ്. ആ ചിത്രം ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. ഭീകരതയുടെ നടുവിൽ വിരിഞ്ഞ ഒരു അതിജീവനത്തിൻ്റെ മുഖമായിരുന്നു അത്. മോശയെ രക്ഷിച്ചെങ്കിലും നരിമാൻ ഹൗസിലെ പോരാട്ടം കഴിഞ്ഞിരുന്നില്ല. ഭീകരർ ഇപ്പോഴും മുകളിലുണ്ട്. അവരെ തുരത്താൻ സാധാരണ വഴികളിലൂടെ പറ്റില്ലെന്ന് NSG കമാൻഡോകൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് ആ ചരിത്രപരമായ തീരുമാനം അവരെടുത്തത്: ആകാശമാർഗം ആക്രമിക്കുക. മുംബൈയിലെ ജനങ്ങൾ ആകാശത്തേക്ക് നോക്കി അത്ഭുതപ്പെട്ടു. വലിയൊരു സീക്കിംഗ് ഹെലികോപ്റ്റർ നരിമാൻ ഹൗസിന് മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്നു. ഹെലികോപ്റ്ററിൻ്റെ ഇരമ്പൽ ശബ്ദം കൊണ്ട് പ്രദേശം മുഖരിതമായി. ഹെലികോപ്റ്ററിൽ നിന്ന് കയറുകൾ താഴേക്കിട്ടു. കറുത്ത വേഷം ധരിച്ച NSG കമാൻഡോകൾ ആ കയറിലൂടെ വഴുതിയിറങ്ങി നരിമാൻ ഹൗസിൻ്റെ ടെറസിലേക്ക് ചാടി. ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന രംഗമായിരുന്നു അത്. ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് ആളുകൾ ഇത് ലൈവായി കാണുന്നുണ്ടായിരുന്നു. TV ചാനലുകൾ ഇത് തത്സമയം സംപ്രേഷണം ചെയ്തു. ഇത് ഭീകരർക്ക് സഹായകമായി എന്ന് പിന്നീട് വിമർശനമുയർന്നിരുന്നു. കമാൻഡോകൾ ടെറസിൽ നിന്ന് താഴേക്കിറങ്ങി. ഓരോ നിലയും പരിശോധിക്കാൻ തുടങ്ങി. ഏറ്റവും കഠിനമായ പോരാട്ടമാണ് അവിടെ നടന്നത്. ഇടുങ്ങിയ കോണിപ്പടികൾ, ഒളിച്ചിരിക്കാൻ ധാരാളം സ്ഥലങ്ങൾ. ഭീകരർക്ക് സ്ഥലപരിചയമില്ലെങ്കിലും അവർ തന്ത്രപരമായ സ്ഥലങ്ങളിൽ ഒളിച്ചിരുന്നു. കമാൻഡോകൾക്ക് ഓരോ ചുവടും സൂക്ഷിച്ചു വെക്കേണ്ടി വന്നു. ഹവിൽദാർ ഗജേന്ദർ സിംഗ് എന്ന ധീരനായ കമാൻഡോ മുന്നിൽ നിന്ന് നയിച്ചു. ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹത്തിന് വെടിയേറ്റു. ഗ്രനേഡ് സ്ഫോടനത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു. എങ്കിലും അദ്ദേഹം പിന്മാറാതെ പൊരുതി. ഒടുവിൽ വീരമൃത്യു വരിച്ചു. അദ്ദേഹത്തിൻ്റെ ത്യാഗം വെറുതെയായില്ല. കമാൻഡോകൾ ഭീകരരെ ഓരോരുത്തരെയായി വകവരുത്തി. 2 ദിവസത്തോളം നീണ്ടുനിന്ന ഓപ്പറേഷൻ അവസാനിച്ചപ്പോൾ നരിമാൻ ഹൗസ് തകർന്ന് തരിപ്പണമായിരുന്നു. ചുമരുകൾ മുഴുവൻ വെടിയുണ്ടകൾ കൊണ്ട് തുളഞ്ഞിരുന്നു. അവിടെയുണ്ടായിരുന്ന ജൂത കുടുംബം ഇല്ലാതായി. ഗേബ്രിയലും റിവ്കയും ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടു. പക്ഷേ ആ ചോരക്കളത്തിൽ നിന്ന് ഒരു പൂടു മാത്രം ബാക്കിയായി: ബേബി മോശെ. അവൻ പിന്നീട് ഇസ്രയേലിലേക്ക് തിരിച്ചുപോയി, തൻ്റെ മുത്തശ്ശിമാരുടെ അടുത്തേക്ക്. സാൻഡ്രയും അവനോടൊപ്പം പോയി. ഇപ്പോൾ മുംബൈയിലെ തെരുവുകൾ ശാന്തമായി വരുന്നു. പക്ഷേ ഒരിടത്തു മാത്രം തീ അണഞ്ഞിട്ടില്ല: താജ്മഹൽ പാലസ് ഹോട്ടൽ. അവിടെയാണ് ഈ നാടകത്തിൻ്റെ ക്ലൈമാക്സ് നടക്കുന്നത്. ആ വലിയ താഴികക്കുടത്തിന് താഴെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കിനി കാണാം. മുംബൈയുടെ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യയ്ക്ക് തൊട്ടുമുമ്പിൽ അറബിക്കടലിനെ നോക്കി തലയുയർത്തി നിൽക്കുന്ന ആ ചുവന്ന താഴികക്കുടമുള്ള കെട്ടിടമെന്നേ ആരും പറയൂ: താജ്മഹൽ പാലസ് ഹോട്ടൽ. ജംഷഡ്ജി ടാറ്റ എന്ന വ്യവസായ പ്രമുഖൻ ബ്രിട്ടീഷുകാർക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന ഒരു ഹോട്ടലിൽ അദ്ദേഹത്തിന് പ്രവേശനം നിഷേധിച്ചപ്പോൾ ഇന്ത്യക്കാർക്കു വേണ്ടി പണികഴിപ്പിച്ച അഭിമാനസ്തംഭം. രാജാക്കന്മാരും രാഷ്ട്രതലവന്മാരും ലോകപ്രശസ്തരായ സംഗീതജ്ഞരും താമസിച്ച മുറികൾ. 105 വർഷത്തെ പാരമ്പര്യമുള്ള ആ കെട്ടിടം ആ രാത്രി ഒരു വലിയ തീക്കുണ്ടമായി മാറുകയായിരുന്നു. നവംബർ 26 രാത്രി വൈകിയതോടെ താജ് ഹോട്ടലിൻ്റെ സ്ഥിതി നിയന്ത്രണാതീതമായി. ലിയോപോൾഡിൽ നിന്ന് വന്ന ഷൊയ്ബും നാസിറും നേരത്തെ തന്നെ ഹോട്ടലിൽ കയറിക്കൂടിയ മറ്റു 2 ഭീകരരും ചേർന്ന് ആ വലിയ കൊട്ടാരത്തെ ഒരു യുദ്ധക്കളമാക്കി മാറ്റിയിരുന്നു. എന്നാൽ അവരുടെ ഏറ്റവും വലിയ ആയുധം തോക്കുകളായിരുന്നില്ല, തീയായിരുന്നു. ഹോട്ടലിൻ്റെ പഴക്കമുള്ള ഭാഗം, അതായത് ഹെറിറ്റേജ് വിങ്, തടിയും കാർപ്പറ്റും കൊണ്ട് നിർമ്മിച്ചതാണ്. ഭീകരർക്കത് നന്നായി അറിയാമായിരുന്നു. അവർ ഹോട്ടലിൻ്റെ 6ാം നിലയിൽ വെച്ച് കർട്ടനുകൾക്കും മെത്തകൾക്കും തീയിട്ടു. നിമിഷങ്ങൾക്കകം തീ പടർന്നു പിടിച്ചു. ഇടനാഴികളിൽ വിരിച്ചിരുന്ന കട്ടിയുള്ള കാശ്മീരി കാർപ്പറ്റുകൾ പെട്രോൾ ഒഴിച്ചതുപോലെ കത്തി. അവിടെ നിന്നുയർന്ന കറുത്ത പുക ഹോട്ടൽ മുഴുവൻ വ്യാപിച്ചു. ശ്വാസം മുട്ടിക്കുന്ന പുക. മുറികൾക്കുള്ളിൽ ഒളിച്ചിരുന്ന അതിഥികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. വാതിൽ തുറന്നാൽ വെടിയുണ്ട, അല്ലെങ്കിൽ തീ. ജനൽ തുറന്നാൽ താഴെ വലിയ ഗർത്തം. ശരിക്കും ചെകുത്താനും കടലിനും നടുവിൽ എന്നു പറയുന്ന അവസ്ഥ. ഹോട്ടലിൻ്റെ മനോഹരമായ ആർക്കുകളും തടിയിൽ തീർത്ത കുത്തുപണികളുമെല്ലാം അഗ്നിക്കിരയായി. 6ാം നിലയിലെ ഇടനാഴികളിലൂടെ ഭീകരർ നടക്കുമ്പോൾ അവരുടെ നിഴലുകൾ തീയുടെ വെളിച്ചത്തിൽ ഭീമാകാരമായി ചുമരുകളിൽ പതിഞ്ഞു. അവർ വെറുതെ തീയിടുകയായിരുന്നില്ല, മറിച്ച് ഗ്രനേഡുകൾ എറിഞ്ഞ് തീയുടെ ശക്തി കൂട്ടുകയായിരുന്നു. ഹോട്ടലിൻ്റെ പ്രശസ്തമായ ഡോം പുകയിൽ മൂടി.
പുറത്ത് ഗേറ്റ്വേ ഓഫ് ഇന്ത്യയുടെ മുന്നിൽ നിൽക്കുന്നവർ കണ്ടത് ഹൃദയം തകർക്കുന്ന കാഴ്ചയാണ്. ഇന്ത്യയുടെ അഭിമാനമായ ആ കെട്ടിടത്തിൻ്റെ ജനലുകളിൽ നിന്ന് തീനാമ്പുകൾ പുറത്തേക്ക് വരുന്നു. ഉള്ളിൽ കുടുങ്ങിയവർ ജനലുകളിൽ വന്ന് കൈവീശുന്നു. ഹെൽപ്പ്, ഹെൽപ്പ് എന്ന നിലവിളികൾ ആ കാറ്റിൽ അലിഞ്ചു ചേർന്നു. ഹോട്ടലിനുള്ളിലെ ക്രിസ്റ്റൽ റൂമും ബാൾ റൂമും തുടങ്ങിയ വിരുന്ന് കേന്ദ്രങ്ങൾ അപ്പോഴും ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. പലരും വിവാഹങ്ങൾക്കും കോൺഫറൻസുകൾക്കും വന്നവരാണ്. എന്താണ് നടക്കുന്നതെന്നറിയാതെ അവർ പരിഭ്രാന്തരായി ഓടി. പുക കാരണം കണ്ണു കാണാൻ വയ്യ. എങ്ങോട്ടാണ് ഓടേണ്ടത്? ഏതാണ് വഴി? താജ് ഹോട്ടലിൻ്റെ അകത്തളങ്ങൾ ഒരു വലിയ ലാബിരിന്ത് പോലെയാണ്. വഴിതെറ്റിയാൽ പിന്നെ തിരിച്ചു വരാൻ പാടാണ്. ഭീകരർക്ക് പക്ഷേ വഴിതെറ്റിയില്ല. കാരണം അവർ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ വന്ന് താമസിച്ച് ഓരോ മുക്കും മൂലയും പഠിച്ചിരുന്നു. എവിടെയാണ് എക്സിറ്റ്, എവിടെയാണ് CCTV എല്ലാം അവർക്ക് മനഃപ്പാഠമായിരുന്നു. ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം ഹോട്ടലിൻ്റെ ആഡംബരം തന്നെ അവർക്കൊരു കെണിയായി മാറി എന്നതാണ്. തീപിടിക്കാത്ത വാതിലുകൾ ഇല്ലാത്ത പഴയ മുറികൾ, പെട്ടെന്ന് തീപിടിക്കുന്ന അലങ്കാരങ്ങൾ, സീലിംഗിൽ നിന്ന് വലിയ ഷാൻഡലിയറുകൾ ഉരുകി താഴേക്ക് വീഴുന്നു. കോടികൾ വിലമതിക്കുന്ന പെയിന്റിങ്ങുകൾ കരിഞ്ഞുണങ്ങുന്നു. MF ഹുസൈൻ ഉൾപ്പെടെയുള്ള പ്രശസ്തരുടെ ചിത്രങ്ങൾ താജിലുണ്ടായിരുന്നു. കലയും സംസ്കാരവുമെല്ലാം ആ കാടത്തത്തിൽ വെന്തുരുകി. ഇതിനിടയിൽ ഹോട്ടൽ ജീവനക്കാരുടെ ധീരത എടുത്തു പറയേണ്ടതാണ്. സ്വന്തം ജീവൻ രക്ഷിക്കാൻ അവർക്ക് എളുപ്പത്തിൽ പുറത്തേക്ക് ഓടാമായിരുന്നു. അവർക്ക് രഹസ്യവഴികൾ അറിയാം. പക്ഷേ അവരത് ചെയ്തില്ല. അതിഥികളാണ് ദൈവങ്ങൾ എന്ന ആ പഴയ ആപ്തവാക്യം അവർ അക്ഷരാർത്ഥത്തിൽ പാലിച്ചു. അടുക്കള ജീവനക്കാർ അതിഥികൾക്ക് ചുറ്റും മനുഷ്യ കവചം തീർത്തു. അവർ അതിഥികളെ സർവീസ് ലിഫ്റ്റുകളിലൂടെയും പിൻവാതിലുകളിലൂടെയും പുറത്തെത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ തീയും പുകയും അവരുടെ രക്ഷാപ്രവർത്തനത്തെ വല്ലാതെ ബാധിച്ചു. തീയുടെ ചൂട് കൂടിക്കൂടി വന്നു. മുറികൾക്കുള്ളിൽ AC പ്രവർത്തിക്കാത്തതിനാൽ ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ചിലർ ജനൽ ചില്ലുകൾ കസേര കൊണ്ടെറിഞ്ഞ് തകർത്തു. എന്നിട്ട് ബെഡ്ഷീറ്റുകളും കർട്ടനുകളും കൂട്ടിത്തൊടുത്ത് കയറുപോലെയാക്കി താഴേക്കിറങ്ങാൻ ശ്രമിച്ചു. സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള കാഴ്ചകൾ. പക്ഷേ പലർക്കും പിടിവിട്ടു. ചിലർ താഴേക്ക് വീണു. ആ കാഴ്ച കണ്ട് പുറത്തുനിന്ന് ജനം അലമുറയിട്ടു. ഫയർഫോഴ്സിന്റെ സ്നോർക്കൽ ലാഡറുകൾക്ക് 6ാം നില വരെ എത്താൻ കഴിയുമായിരുന്നില്ല. അവർ താഴെ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ആ വലിയ കെട്ടിടത്തിലെത്തി അപ്പൂപ്പൻ താടി പോലെ പടരുകയായിരുന്നു. താജ് ഹോട്ടലിൻ്റെ ജനറൽ മാനേജർ കരംബീർ സിംഗ് കാങ് ആ സമയത്ത് ഹോട്ടലിലുണ്ടായിരുന്നു. അദ്ദേഹം ഭ്രാന്തമായ അവസ്ഥയിൽ അതിഥികളെ രക്ഷിക്കാൻ ഓടി നടക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം കുടുംബം, ഭാര്യയും 2 ചെറിയ കുട്ടികളും ഹോട്ടലിലെ 6ാം നിലയിലെ ഒരു മുറിയിൽ കുടുങ്ങിപ്പോയിരുന്നു. അദ്ദേഹം അവരെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ബാത്റൂമിൽ കയറി വാതിലടയ്ക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ വിധി ക്രൂരമായിരുന്നു. ആ മുറിക്ക് ചുറ്റും തീ പടർന്നു. പുക ശ്വസിച്ച് ആ അമ്മയും കുഞ്ഞുങ്ങളും ബാത്റൂമിൽ വെച്ച് തന്നെ മരിച്ചു. സ്വന്തം കുടുംബം നഷ്ടപ്പെട്ടുവെന്നറിഞ്ഞിട്ടും കണ്ണീര് തുടച്ച് കരംബീർ സിംഗ് കാങ് മറ്റുള്ളവരെ രക്ഷിക്കാൻ അവിടെ തന്നെ തുടർന്നു. മനുഷ്യൻ്റെ മനക്കരുത്തിൻ്റെ അപാരമായ ഉദാഹരണമാണത്. ഹോട്ടലിലെ ഫ്ലോട്ടിംഗ് സ്റ്റെയർ കേസ് എന്ന അത്ഭുതകരമായ ഗോവണിപ്പടി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. താജിൻ്റെ ശില്പചാതുരിയുടെ ഉദാഹരണം. ആ ഗോവണിപ്പടിയിലൂടെയാണ് ഭീകരർ കയറിയിറങ്ങിയത്. അവിടെ വെച്ചും പോലീസും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുകൾ നടന്നു. ഗ്രനേഡുകൾ വീണ് ആ പടവുകൾ തകർന്നു. മാർബിൾ തറകളിൽ രക്തം തളം കെട്ടി. മുകളിലെ നിലകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ കാണുന്നത് പുക നിറഞ്ഞ ശൂന്യത മാത്രം. രാത്രി മുഴുവൻ ആ തീ ആളിക്കത്തി. ഇടയ്ക്കിടെ ഗ്യാസ് പൈപ്പുകൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേൾക്കാം. ഓരോ സ്ഫോടനം നടക്കുമ്പോഴും കെട്ടിടം കുലുങ്ങും. പ്രാവുകൾ കൂട്ടത്തോടെ പറന്നുയരും. താജ് ഹോട്ടലിലെ പ്രാവുകൾ പ്രശസ്തമാണ്. അവയും ആ രാത്രി ഭയന്നു വിറച്ചു. ഹോട്ടലിന് മുന്നിലെ പ്ലാസയിൽ ഫയർ എഞ്ചിനുകളുടെയും ആംബുലൻസുകളുടെയും വലിയ നിര. സൈറൺ ശബ്ദങ്ങൾ, വയർലെസ് സന്ദേശങ്ങൾ, കരച്ചിലുകൾ. നേരം വെളുത്തപ്പോൾ താജ് ഹോട്ടൽ കരിപിടിച്ച ഒരു അസ്ഥികൂടം പോലെയായി. ആ മനോഹരമായ ചുവന്ന താഴികക്കുടത്തിന് ചുറ്റും കറുത്ത പാടുകൾ. ജനലുകളെല്ലാം തകർന്നിരിക്കുന്നു. പക്ഷേ ആ കെട്ടിടം വീണില്ല. അത് പിടിച്ചു നിന്നു. ഉള്ളിൽ നടന്നത് നരനായാട്ടാണെങ്കിലും പുറമേ അതിപ്പോഴും മുംബൈയുടെ തലയെടുപ്പായി നിന്നു. ഭീകരർ വിചാരിച്ചത് താജിനെ തകർത്ത് ഇന്ത്യയുടെ മനോവീര്യം കെടുത്താമെന്നാണ്. പക്ഷേ ആ തീയിൽ വെന്തുരുകിയെങ്കിലും താജ് അതിജീവനത്തിൻ്റെ പാഠമാണ് ലോകത്തിന് നൽകിയത്. ഉള്ളിൽ ഇപ്പോഴും ഭീകരർ ഒളിച്ചിരിപ്പുണ്ട്. അവർ ക്ഷീണിതരല്ല. അവരുടെ കയ്യിൽ ഇനിയും വെടിയുണ്ടകളുണ്ട്. NSG കമാൻഡോകൾ ഹോട്ടലിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തയ്യാറെടുക്കുകയാണ്.
ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ തുടങ്ങാൻ പോകുന്നു. താജിൻ്റെ ഇരുണ്ട ഇടനാഴികളിലൂടെ ഓരോ മുറിയും പരിശോധിച്ച് ആ കൊലയാളികളെ കണ്ടെത്താനുള്ള ദൗത്യം അതത്ര എളുപ്പമായിരുന്നില്ല. കാരണം താജ് വെറുമൊരു ഹോട്ടലല്ല, അതൊരു വലിയ സാമ്രാജ്യമാണ്. ആ സാമ്രാജ്യം തിരിച്ചുപിടിക്കാൻ നമ്മുടെ കമാൻഡോകൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. മുംബൈ നഗരം ഭയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ആകാശത്തേക്കും ഡൽഹിയിലേക്കും ഉറ്റുനോക്കുകയായിരുന്നു. പോലീസിൻ്റെ പഴയ തോക്കുകൾക്കും ലാത്തികൾക്കും ഈ ഭീകരരെ നേരിടാൻ കഴിയില്ലെന്ന് ഇതിനകം തെളിഞ്ഞുകഴിഞ്ഞു. ഇനി ഒരേയൊരു പ്രതീക്ഷയേ ഉള്ളൂ: NSG കമാൻഡോകൾ, ഇന്ത്യയുടെ ഏറ്റവും മികച്ച സൈനികർ, കറുത്ത വേഷം ധരിച്ച അത്യാധുനിക ആയുധങ്ങളേന്തിയ ആ കരിമ്പൂച്ചകൾ. നവംബർ 27 രാവിലെ മുതൽ അവരുടെ നീക്കങ്ങൾ തുടങ്ങിയിരുന്നു. ഈ ദൗത്യത്തിന് അവർ നൽകിയ പേരാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ. കൊടുങ്കാറ്റുപോലെ വന്ന് ഭീകരരെ തൂത്തെറിയുക എന്ന ലക്ഷ്യം. ആദ്യം അവിടെ എത്തിയത് മാർക്കോസ് എന്നറിയപ്പെടുന്ന നേവി കമാൻഡോകളാണ്. കടലിലെ യുദ്ധത്തിന് പരിശീലനം ലഭിച്ചവരാണെങ്കിലും അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് അവരെ താജിലേക്കും ഒബ്രോയിലേക്കും അയക്കുകയായിരുന്നു. അവർക്ക് കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു: ഭീകരർ രക്ഷപ്പെടാതെ നോക്കുക, NSG വരുന്നതുവരെ പിടിച്ചു നിൽക്കുക. അവരാ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു. പക്ഷേ ആ വലിയ കെട്ടിടങ്ങൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നവരെ കണ്ടുപിടിച്ചില്ലാതാക്കാൻ വലിയൊരു സൈന്യം തന്നെ വേണമായിരുന്നു. ഡൽഹിയിലെ മനേസറിൽ നിന്ന് വിമാനമാർഗം മുംബൈയിലെത്തിയ 200ഓളം NSG കമാൻഡോകൾ രണ്ടായി തിരിഞ്ഞു. ഒരു സംഘം ഒബ്രോയിലേക്കും മറ്റൊരു സംഘം താജിലേക്കും. താജ് ഹോട്ടലിലെ അവസ്ഥ വിചാരിച്ചതിലും ദയനീയമായിരുന്നു. ഹോട്ടലിനുള്ളിൽ വൈദ്യുതിയില്ല, എല്ലായിടത്തും കൂരിരുട്ട്. നേരത്തെ പടർന്ന തീ കാരണം ഫയർ അലാറങ്ങൾ മുഴങ്ങുന്നുണ്ട്. സീലിംഗിലെ സ്പ്രിംഗ്ലറുകൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് അകത്താകെ വെള്ളം വീഴുകയാണ്. തറയിലെ കാർപ്പറ്റുകൾ വെള്ളം കുടിച്ച് കുതിർന്നു കിടക്കുന്നു. ഓരോ അടി വയ്ക്കുമ്പോഴും അതിൻ്റെ ശബ്ദം, ആ ശബ്ദം പോലും ഭീകരർക്ക് ഒരു സൂചനയാകാം. കമാൻഡോകൾക്ക് ഹോട്ടലിൻ്റെ പ്ലാൻ, മാപ്പ് കൃത്യമായി അറിയില്ലായിരുന്നു. താജ് പഴയ കെട്ടിടമാണ്. ഒരുപാട് ഇടനാഴികൾ, രഹസ്യവഴികൾ, വലിയ ഹാളുകൾ. ഇതിനിടയിൽ എവിടെയാണ് ഭീകരർ ഒളിച്ചിരിക്കുന്നത്? അവർ സിവിൽ വേഷത്തിലാണ്, അതിഥികളെപ്പോലെ തോന്നിക്കും. എന്നാൽ കമാൻഡോകൾക്ക് തിരിച്ചറിയാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ കമാൻഡോകൾക്ക് അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. അവർ നൈറ്റ് വിഷൻ കണ്ണടകൾ വെച്ചാണ് മുന്നോട്ട് നീങ്ങിയത്. പുക നിറഞ്ഞ ഇടനാഴികളിലൂടെ ലേസർ ലൈറ്റുകൾ തെളിച്ചുകൊണ്ട് അവർ ഓരോ മുറിയും പരിശോധിച്ചു. ഭീകരർക്ക് ഒരു മുൻതൂക്കമുണ്ടായിരുന്നു. അവർ ഉയരത്തിലായിരുന്നു. കോണിപ്പടികളുടെ മുകളിൽ നിന്ന് താഴേക്ക് വെടിവെക്കാൻ എളുപ്പമാണ്. കമാൻഡോകൾക്ക് താഴെ നിന്ന് മുകളിലേക്ക് കയറണം. അത് മരണത്തിലേക്കുള്ള യാത്രയാണെന്ന് അവർക്കറിയാം. പക്ഷേ പിന്മാറാൻ അവർ ശീലിച്ചിട്ടില്ലല്ലോ. ഗ്രനേഡുകൾ എറിഞ്ഞ് വഴി ക്ലിയർ ചെയ്താണ് അവർ മുന്നേറിയത്. ഓരോ മുറിയിലും കയറി കട്ടിലിനടിയിലും ബാത്റൂമിലും നോക്കി അതിഥികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തി. പേടിച്ചു വിറച്ച അതിഥികളെ കാണുമ്പോൾ കമാൻഡോകൾ വിരലുകൊണ്ട് മിണ്ടരുതെന്ന ആംഗ്യം കാണിച്ചു. എന്നിട്ട് സുരക്ഷിതമായി പുറത്തേക്ക് വഴികാട്ടി. ഇതിനിടയിൽ താജിലെ പാം ലൗഞ്ച് എന്ന സ്ഥലത്ത് വെച്ച് വലിയൊരു ഏറ്റുമുട്ടൽ നടന്നു. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്ന മലയാളിയായ ഉദ്യോഗസ്ഥനായിരുന്നു ആ ടീമിനെ നയിച്ചിരുന്നത്. 51 SAG ആക്ഷൻ ഗ്രൂപ്പിന്റെ കമാൻഡർ. അദ്ദേഹം തന്റെ ടീമുമായി 6ാം നിലയിലേക്ക് കയറാൻ ശ്രമിക്കുകയായിരുന്നു. ഭീകരർ അവിടെ പമ്മിയിരിപ്പുണ്ടായിരുന്നു. കമാൻഡോകളെ കണ്ടതും അവർ വെടിവെപ്പ് തുടങ്ങി. ആ ഇരുട്ടിൽ വെടിയുണ്ടകൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പാടായിരുന്നു. സന്ദീപിന്റെ കൂടെയുണ്ടായിരുന്ന കമാൻഡോ സുനിൽ യാദവിന് വെടിയേറ്റു. അദ്ദേഹത്തെ രക്ഷിക്കാൻ സന്ദീപ് മുന്നോട്ട് ചാടി. സ്വന്തം ജീവൻ നോക്കാതെ അദ്ദേഹം സുനിലിനെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി. അപ്പോഴേക്കും ഭീകരർ സ്ഥലം മാറിയിരുന്നു. സന്ദീപ് മനസ്സിലാക്കി, ഇനിയും വൈകിയാൽ അവർ രക്ഷപ്പെടും, അല്ലെങ്കിൽ കൂടുതൽ അതിഥികളെ കൊല്ലും. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. താൻ തനിച്ചു മുകളിലേക്ക് പോയി അവരെ നേരിടാം. മറ്റു കമാൻഡോകൾ അദ്ദേഹത്തിന്റെ കൂടെ വരാൻ തുനിഞ്ഞപ്പോൾ അദ്ദേഹം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആ വാക്കുകൾ പറഞ്ഞു: മുകളിലേക്ക് വരരുത്, ഞാൻ നോക്കിക്കോളാം. ആ വാക്കുകളിലുണ്ടായിരുന്നത് ആത്മവിശ്വാസം മാത്രമല്ല, തന്റെ സഹപ്രവർത്തകരുടെ ജീവൻ രക്ഷിക്കാനുള്ള കരുതൽ കൂടിയായിരുന്നു. അദ്ദേഹം ആ പുക നിറഞ്ഞ ഗോവണിപ്പടികൾ കയറി മുകളിലേക്ക് പോയി. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഭീകരരുടെ തൊട്ടടുത്തെത്തി. അദ്ദേഹം അവരെ പ്രകോപിപ്പിച്ചു. അവരുടെ ശ്രദ്ധ തന്നിലേക്ക് തിരിക്കുകയായിരുന്നു ലക്ഷ്യം. ഭീകരർ അദ്ദേഹത്തിനു നേരെ തുരുതുരാ വെടിയുതിർത്തു. തിരിച്ചും അദ്ദേഹം വെടിവെച്ചു. ആ ഏറ്റുമുട്ടലിൽ സന്ദീപിന് ഗുരുതരമായി പരിക്കേറ്റു. വലതുതോളിൽ വെടിയേറ്റ അദ്ദേഹം
ചോര വാർന്നൊഴുകുന്ന അവസ്ഥയിലും തോക്ക് താഴെ വെച്ചില്ല. അവസാന ശ്വാസം വരെ അദ്ദേഹം പൊരുതി. ഒടുവിൽ ആ വീരനായകൻ താജിന്റെ മാർബിൾ തറയിൽ വീരമൃത്യു വരിച്ചു. അദ്ദേഹത്തിന്റെ ത്യാഗം വെറുതെയായില്ല. ഭീകരരുടെ സ്ഥാനം മനസ്സിലാക്കാൻ ഇത് മറ്റ് കമാൻഡോകളെ സഹായിച്ചു. സന്ദീപിന്റെ മരണം കമാൻഡോകളിൽ വലിയൊരാവേശമുണ്ടാക്കി. തങ്ങളുടെ പ്രിയപ്പെട്ട കമാൻഡറെ കൊന്നവരോട് പകരം ചോദിക്കാൻ അവർ ഫുൾ അറ്റാക്ക് മോഡിലേക്ക് മാറി. അതേസമയം ഒബ്രോയ് ഹോട്ടലിലും ഓപ്പറേഷൻ ബ്ലാക്ക് ടോർണാഡോ അതിന്റെ ഉച്ചസ്ഥായിയിലായിരുന്നു. താജിനെ അപേക്ഷിച്ച് ഒബ്രോയ് ക്ലിയർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. കാരണം അതിന്റെ ഘടന അത്ര സങ്കീർണമല്ല. എന്നാലും ഓരോ നിലയും അരിച്ചുപെറുക്കാൻ മണിക്കൂറുകളെടുത്തു. ഏകദേശം 30 മണിക്കൂറുകൾക്ക് ശേഷം ഒബ്രോയ് ഹോട്ടൽ പൂർണ്ണമായും തിരിച്ചുപിടിച്ചു. 2 ഭീകരരെയും കമാൻഡോകൾ വധിച്ചു. 100 കണക്കിന് അതിഥികളെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു. ക്ഷീണിച്ചവശരായ എന്നാൽ മുഖത്താശ്വാസമുള്ള അതിഥികൾ പുറത്തേക്ക് വരുന്നത് ടിവിയിൽ കണ്ടപ്പോൾ രാജ്യം മുഴുവൻ ശ്വാസം വിട്ടു. തിരികെ താജിലേക്ക് വരുമ്പോൾ അവിടെ യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. 4 ഭീകരരാണ് താജിലുണ്ടായിരുന്നത്. അവർ പല മുറികളിലായി ഓടി നടന്നു. അവസാന ഘട്ടത്തിൽ അവരൊരു മുറിയിൽ കോർണർ ചെയ്യപ്പെട്ടു. ഗ്രനേഡുകളും റോക്കറ്റ് ലോഞ്ചറുകളും ഉപയോഗിച്ചാണ് കമാൻഡോകൾ അവരെ നേരിട്ടത്. ജനലിലൂടെ തീഗോളം പുറത്തേക്ക് വരുന്നത് കാണാമായിരുന്നു. അവസാനം ശനിയാഴ്ച രാവിലെയുടെ വെടിയൊച്ചകൾ നിലച്ചു. ഓപ്പറേഷൻ ഓവർ എന്ന സന്ദേശം വയർലെസ് സെറ്റുകളിൽ മുഴങ്ങി. താജിന്റെ ജനലിലൂടെ കറുത്ത വേഷം ധരിച്ച കമാൻഡോകൾ കൈവീശി കാണിച്ചു. താഴെ കൂടിയിരുന്ന ജനങ്ങൾ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചു പറഞ്ഞു. അത് വെറുമൊരു മുദ്രാവാക്യമായിരുന്നില്ല, മറിച്ച് 3 ദിവസമായി അടക്കിപ്പിടിച്ച വികാരത്തിന്റെ വിസ്ഫോടനമായിരുന്നു. കമാൻഡോകൾ പുറത്തേക്ക് വരുമ്പോൾ അവരുടെ മുഖത്ത് ക്ഷീണമുണ്ടായിരുന്നു. ഉറക്കമില്ലാത്ത രാത്രികൾ, ഭക്ഷണം കഴിക്കാത്ത മണിക്കൂറുകൾ, സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ട വേദന. എങ്കിലും അവർ വിജയിച്ചു. നശിപ്പിക്കപ്പെട്ട താജ് ഹോട്ടലിന്റെ ഉള്ളിലെ കാഴ്ചകൾ ഭയാനകമായിരുന്നു. കരിഞ്ഞ ചുവരുകൾ, തകർന്ന ഫർണിച്ചറുകൾ, പൊട്ടിയ ചില്ലുകൾ. എന്നാൽ അതിനിടയിലും കമാൻഡോകൾ ചിലരെ ജീവനോടെ കണ്ടെത്തി. ഭയം കൊണ്ട് മരവിച്ച് കട്ടിലിനടിയിലും മറ്റും ഒളിച്ചിരുന്നവർ. കമാൻഡോകളെ കണ്ടപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇനി പേടിക്കണ്ട, ഞങ്ങൾ വന്നു എന്ന വാക്കുകൾ അവർക്ക് ലഭിച്ച പുനർജന്മമായിരുന്നു. ഈ ഓപ്പറേഷനിൽ NSGക്ക് 2 മിടുക്കരായ ഉദ്യോഗസ്ഥരെയാണ് നഷ്ടപ്പെട്ടത്. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനും ഹവിൽദാർ ഗജേന്ദ്ര സിംഗും, കൂടാതെ മാക്സ് എന്ന പോലീസ് നായയും. ഇല്ല, മാക്സ് ബോംബ് സ്ക്വാഡിന്റെ ഭാഗമായിരുന്നു. ഇവിടെ കമാൻഡോകളുടെ കൂടെയുള്ള നായ്ക്കളുടെ സേവനം എടുത്തു പറയേണ്ടതാണ്. കമാൻഡോകളുടെ കൂടെയുണ്ടായിരുന്ന K9 യൂണിറ്റിലെ നായ്ക്കൾ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. 3 ദിവസത്തെ നരകയാതനയ്ക്ക് ശേഷം മുംബൈ തിരിച്ചു വരികയാണ്. വെടിയൊച്ചകൾ നിലച്ചിരിക്കുന്നു. പക്ഷേ ബാക്കിയായത് ഒരു വലിയ നിശബ്ദതയാണ്. മരിച്ചവരുടെ കണക്കെടുപ്പുകൾ തുടങ്ങുന്ന സമയം 166 മനുഷ്യജീവനുകൾ. അതിൽ പോലീസുകാർ, വിദേശികൾ, ഹോട്ടൽ ജീവനക്കാർ, സാധാരണക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു. കസബ് എന്ന ഏക ഭീകരൻ ഇപ്പോൾ പോലീസിന്റെ പിടിയിലാണ്. ബാക്കി 9 പേരും കൊല്ലപ്പെട്ടു. യുദ്ധം കഴിഞ്ഞു, പക്ഷെ നീതി കിട്ടാൻ ഇനിയും സമയമെടുക്കും. ഈ ആക്രമണത്തിന്റെ പിന്നിൽ ആരാണ്? കസബ് എന്ത് വെളിപ്പെടുത്തും? മുംബൈ നഗരം എങ്ങനെ ഈ മുറിവിൽ നിന്നുണരും? അവസാനത്തെ ഭാഗങ്ങളിൽ നമുക്കിതിന്റെ പരിസമാപ്തി കാണാം. ആരും കേൾക്കാത്ത ചില സത്യങ്ങളും കോടതി മുറിയിലെ നാടകീയ രംഗങ്ങളും അവിടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. നവംബർ 29, 2008 ശനിയാഴ്ച രാവിലെ മുംബൈയിലെ വെടിയൊച്ചകൾ നിലച്ചിരിക്കുന്നു. 3 ദിവസം നീണ്ടുനിന്ന 60 മണിക്കൂറിലധികം നീളുന്ന ആ നരകയാതനയ്ക്ക് വിരാമമായി. താജ് ഹോട്ടലിന്റെ ജനലുകളിൽ നിന്ന് അവസാനത്തെ പുകച്ചുരുളുകളും അപ്രത്യക്ഷമായി തുടങ്ങി. പക്ഷേ ആ നിശബ്ദതയ്ക്ക് മരണത്തേക്കാൾ ഭാരമുണ്ടായിരുന്നു. നഗരം അതിൻ്റെ മുറിവുകൾ എണ്ണാൻ തുടങ്ങി. 166 മനുഷ്യർ, അതിൽ കൈക്കുഞ്ഞുങ്ങൾ മുതൽ വയോധികർ വരെയുണ്ടായിരുന്നു. പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ, പല ഭാഷകൾ സംസാരിക്കുന്നവർ. എല്ലാവരും മുംബൈ എന്ന വികാരത്തിനു മുന്നിൽ ഒന്നായി മാറി. ആശുപത്രി മോർച്ചലുകളിൽ ഉറ്റവരെ തിരയുന്നവരുടെ നീണ്ട നിരയായിരുന്നു. തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമായ ശരീരങ്ങൾ കണ്ട് തളർന്നു വീഴുന്നവർ. ഇതിനിടയിൽ നഗരത്തിൻ്റെ മറ്റൊരു കോണിൽ അതീവ സുരക്ഷയുള്ള ഒരു മുറിയിൽ ഒരാൾ കിടപ്പുണ്ടായിരുന്നു. അജ്മൽ കസബ്, ഈ വലിയ നാടകത്തിലെ ജീവിച്ചിരിക്കുന്ന ഒരേയൊരു കണ്ണി. തുക്കാറാം ഓംബ്ലെ എന്ന ആ ധീരൻ തൻ്റെ ജീവൻ നൽകി നേടിയെടുത്ത സമ്മാനം. കസബില്ലായിരുന്നെങ്കിൽ പാകിസ്ഥാൻ ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഒരിക്കലും ഏറ്റെടുക്കില്ലായിരുന്നു.
ഹിന്ദു ഭീകരവാദമാണെന്നോ അല്ലെങ്കിൽ പ്രാദേശിക ഗുണ്ടാസംഘങ്ങളാണെന്നോ പറഞ്ഞ് അവർ കൈകഴുകുമായിരുന്നു. ഭീകരരുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്ത വ്യാജ ID കാർഡുകൾ, ഹൈദരാബാദ് കോളേജ് ID അതിനുവേണ്ടി തയ്യാറാക്കിയതായിരുന്നു. പക്ഷെ കസബ് ജീവനോടെ ഇരുന്നത് ആ തിരക്കഥകളെല്ലാം പൊളിച്ചടുക്കി. കസബിൻ്റെ ചോദ്യം ചെയ്യൽ വലിയൊരു വെളിപ്പെടുത്തലായിരുന്നു. ആദ്യം അവൻ കള്ളങ്ങൾ പറഞ്ഞു നോക്കി, താനൊരു പാവം കർഷകനാണെന്നും മുംബൈ കാണാൻ വന്നതാണെന്നും ഒക്കെ. പക്ഷേ പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ മുറികൾക്ക് മുന്നിൽ അവന് പിടിച്ചു നിൽക്കാനായില്ല. അവൻ സംസാരിച്ചു തുടങ്ങി. ഫരീദ്കോട്ട് എന്ന പാകിസ്ഥാൻ ഗ്രാമത്തിൽ നിന്ന് ജിഹാദ് തേടിയിറങ്ങിയ കഥ, ലഷ്കർ-ഇ-തൊയ്ബയുടെ ക്യാമ്പുകളിൽ ലഭിച്ച കഠിനമായ പരിശീലനം, എങ്ങനെയാണ് തോക്ക് പിടിക്കേണ്ടതെന്നും എങ്ങനെയാണ് ബോംബ് വെക്കേണ്ടതെന്നും കടലിൽ നീന്തേണ്ടതെന്നും അവർ പഠിപ്പിച്ചു. അവൻ നൽകിയ വിവരങ്ങൾ കേട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും ഞെട്ടിപ്പോയി. ഗൂഗിൾ എർത്ത് ഉപയോഗിച്ചാണ് അവർ മുംബൈയിലെ വഴികൾ പഠിച്ചത്. നമ്മൾ സാധാരണ വഴി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ അവർ കൊലപാതകത്തിനുള്ള റൂട്ട് മാപ്പ് തയ്യാറാക്കാൻ ഉപയോഗിച്ചു. ഭീകരരിൽ നിന്ന് പിടിച്ചെടുത്ത GPS ഉപകരണങ്ങൾ ഇതിന് തെളിവായി. അവർ വന്ന വഴികൾ, പാകിസ്ഥാനിൽ നിന്നുള്ള യാത്ര എല്ലാം ആ മെഷീനിൽ രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ സാറ്റലൈറ്റ് ഫോണുകൾ, കറാച്ചിയിലുള്ള കൺട്രോൾ റൂമിൽ നിന്ന് സക്കിയുർ റഹ്മാൻ ലഖ്വി, ഹാഫിസ് സയീദ് തുടങ്ങിയ ഭീകര തലവന്മാർ നൽകിയ നിർദ്ദേശങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. കൊല്ലു, തീയിടൂ എന്ന ക്രൂരമായ ആജ്ഞകൾ. ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിചാരണയ്ക്കാണ് പിന്നീട് മുംബൈ സാക്ഷ്യം വഹിച്ചത്. കസബിനെ പാർപ്പിക്കാൻ ആർത്തർ റോഡ് ജയിലിൽ പ്രത്യേകമായി ഒരു ബുള്ളറ്റ് പ്രൂഫ് സെൽ നിർമ്മിച്ചു. അവനെതിരെ ജനരോഷം അത്രയ്ക്ക് ശക്തമായിരുന്നു. അവനെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നത് സുരക്ഷിതമല്ലാത്തതുകൊണ്ട് ജയിലിനുള്ളിൽ തന്നെ ഒരു പ്രത്യേക കോടതി സ്ഥാപിച്ചു. ഉജ്വൽ നിഗം എന്ന പ്രശസ്തനായ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്നു സർക്കാരിനു വേണ്ടി ഹാജരായത്. വിചാരണയ്ക്കിടയിൽ കസബിൻ്റെ ഭാവങ്ങൾ പലപ്പോഴും മാറിമറിഞ്ഞു. ചിലപ്പോൾ അവൻ ചിരിച്ചു, ചിലപ്പോൾ കരഞ്ഞു, ചിലപ്പോൾ ഉറങ്ങി. ഇതിനിടയിലാണ് ആ പ്രശസ്തമായ ബിരിയാണി കഥ പ്രചരിച്ചത്. കസബിന് ജയിലിൽ ബിരിയാണി നൽകുന്നു എന്ന വാർത്ത വലിയ വിവാദമായി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഉജ്വൽ നിഗം തന്നെ വെളിപ്പെടുത്തി അതൊരു കള്ളക്കഥയായിരുന്നു എന്ന്. ജനങ്ങളുടെ ഇടയിൽ കസബിനോടുള്ള ദേഷ്യം നിലനിർത്താനും വിചാരണ വേഗത്തിലാക്കാനും വേണ്ടി ഉണ്ടാക്കിയ ഒരു തന്ത്രം. യഥാർത്ഥത്തിൽ അവന് ജയിലിലെ സാധാരണ ഭക്ഷണം മാത്രമാണ് ലഭിച്ചിരുന്നത്. 11,000 പേജുകൾ അടങ്ങിയ കുറ്റപത്രമാണ് പോലീസ് സമർപ്പിച്ചത്. CCTV ദൃശ്യങ്ങൾ, ദൃക്സാക്ഷികളുടെ മൊഴികൾ, ഫോറൻസിക് ഫലങ്ങൾ, കസബിൻ്റെ കുറ്റസമ്മതം എല്ലാം അവനെതിരായിരുന്നു. എന്നിട്ടും ഇന്ത്യ അവന് നീതിയുക്തമായൊരു വിചാരണ നൽകി. അവനുവേണ്ടി വാദിക്കാൻ അഭിഭാഷകരെ നൽകി. ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ഇന്ത്യ അതിൻ്റെ മാന്യത കാത്തുസൂക്ഷിച്ചു. ഭീകരനാണെങ്കിൽ പോലും നിയമത്തിന് മുന്നിൽ ലഭിക്കേണ്ട അവകാശങ്ങൾ നൽകിയാണ് അവനെ ശിക്ഷിച്ചത്. 2010 മെയ് 6 കോടതി വിധി പറഞ്ഞു. അജ്മൽ കസബ് കുറ്റക്കാരനാണ്. കൊലപാതകം, ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യൽ തുടങ്ങി 80ഓളം കുറ്റങ്ങൾ. ജഡ്ജി ML തഹിലിയാനി അവന് വധശിക്ഷ വിധിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നാണ് കോടതി ഇതിനെ വിശേഷിപ്പിച്ചത്. കസബ് വിധി കേട്ട് തലകുനിച്ചിരുന്നു. പിന്നീട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അപ്പീലുകൾ പോയി. അതെല്ലാം തള്ളി. അവസാനം രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകി. അതും നിരസിക്കപ്പെട്ടു. അങ്ങനെ ആ ദിവസം വന്നെത്തി. 2012 നവംബർ 21. ഓപ്പറേഷൻ എക്സ് എന്ന അതീകരഹസ്യമായ ദൗത്യം. ആർക്കും ഒരു സൂചനയും നൽകാതെ തലേ ദിവസം രാത്രി കസബിനെ ആർത്തർ റോഡ് ജയിലിൽ നിന്ന് പൂനെയിലെ യർവാഡ ജയിലിലേക്ക് മാറ്റി. ആരും അറിഞ്ഞില്ല. മാധ്യമങ്ങൾക്ക് പോലും മണത്തറിയാൻ കഴിഞ്ഞില്ല. നവംബർ 21 രാവിലെ 7:30 യർവാഡ ജയിലിൻ്റെ മതിലുകൾക്കുള്ളിൽ വെച്ച് അജ്മൽ കസബിനെ തൂക്കിലേറ്റി. അവൻ്റെ അവസാന വാക്കുകൾ അല്ലാ കസം എന്നായിരുന്നു എന്ന് പറയപ്പെടുന്നു. അവൻ്റെ മൃതദേഹം ജയിൽ വളപ്പിൽ തന്നെ അടക്കം ചെയ്തു. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ ഇന്ത്യ മുഴുവൻ ആശ്വാസം കണ്ടെത്തി. മരിച്ച 166 പേർക്കും അവരുടെ കുടുംബങ്ങൾക്കും ലഭിച്ച നീതി. ലിയോപോൾഡിലെയും താജിലെയും ഒബ്രോയിലെയും CSTയിലെയും ചോരപ്പാടുകൾക്ക് മുകളിൽ കാലം മരുന്നുപുരട്ടി തുടങ്ങി. നരിമാൻ ഹൗസ് പുതുക്കി പണിതു. താജ് ഹോട്ടൽ വീണ്ടും പൂർവാധികം ശക്തിയോടെ തുറന്നു. അതിൻ്റെ താഴികക്കുടം ഇന്നും മുംബൈയുടെ ആകാശത്ത് തലയുയർത്തി നിൽക്കുന്നു, ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയ്ക്ക് മുന്നിലെ പ്രാവുകൾ ഇപ്പോഴും പറക്കുന്നുണ്ട്. മറൈൻ ഡ്രൈവിലെ തിരമാലകൾ ഇപ്പോഴും തീരത്തോട് വർത്തമാനം പറയുന്നുണ്ട്. മുംബൈ എന്ന നഗരം ആരെയും കാത്തു നിൽക്കില്ല, അത് ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷേ
ഓരോ വർഷവും നവംബർ 26 വരുമ്പോൾ ആ നഗരമൊന്ന് നിൽക്കും. മെഴുകുതിരികൾ തെളിയും, കണ്ണുകൾ നിറയും. നമ്മൾ നഷ്ടപ്പെടുത്തിയവരെ ഓർക്കാൻ, നമ്മളെ രക്ഷിച്ചവരെ ഓർക്കാൻ. ഹേമന്ത് കർക്കരെ, സന്ദീപ് ഉണ്ണികൃഷ്ണൻ, തുക്കാറാം ഓംബ്ലെ, ആ പേരുകൾ മുംബൈയുടെ ഹൃദയത്തിൽ കുത്തിവെക്കപ്പെട്ടിരിക്കുന്നു. ഭയം വിതയ്ക്കാൻ വന്നവർ പരാജയപ്പെട്ടു. കാരണം മുംബൈയുടെ ആത്മാവ് തോൽക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ നമുക്കീ യാത്ര ഇവിടെ അവസാനിപ്പിക്കാം. ചരിത്രത്തിലെ ആ കറുത്ത ഏടുകൾ അടച്ചുവെക്കാം. നമ്മൾ ഇന്നു കണ്ടത് മനുഷ്യൻ്റെ ക്രൂരതയുടെ മുഖമാണെങ്കിലും അതിനേക്കാൾ തിളങ്ങി നിന്നത് മനുഷ്യൻ്റെ സ്നേഹവും ത്യാഗവുമാണ്. ഇരുട്ടിന് എത്ര ശക്തിയുണ്ടെങ്കിലും ഒരു ചെറിയ വെളിച്ചത്തിന് അതിനെ തോൽപ്പിക്കാൻ കഴിയും എന്ന് നമ്മൾ കണ്ടു. ആ വെളിച്ചം നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. രാത്രി ഏറെ വൈകിയിരിക്കുന്നു. പുറത്ത് ലോകം ശാന്തമായി ഉറങ്ങുകയാണ്. മുംബൈയിലെ തിരക്കുകൾ പോലും ഇപ്പോൾ അടങ്ങിയിട്ടുണ്ടാകും. അറബിക്കടലിലെ തിരമാലകളുടെ താരാട്ടുപാട്ട് കേട്ട് ആ നഗരം മയങ്ങുകയാണ്. നിങ്ങളും ആ സമാധാനത്തിലേക്ക് മെല്ലെ വഴുതി വീഴൂ. ഇന്നത്തെ കഥയിൽ കേട്ട വെടിയൊച്ചകളും നിലവിളികളും നിങ്ങളുടെ മനസ്സിനെ അലട്ടാതിരിക്കട്ടെ. പകരം ആ കമാൻഡോകളുടെ ധൈര്യവും സാധാരണക്കാരുടെ അതിജീവനവും മാത്രം ഓർമ്മിക്കുക. കണ്ണുകൾ മെല്ലെ അടയ്ക്കാം. ശ്വാസമുള്ളിലേക്കെടുത്ത് പതുക്കെ പുറത്തേക്ക് വിടൂ. നിങ്ങളുടെ ശരീരം അയഞ്ഞു കൊടുക്കട്ടെ. ഇന്നലത്തെ ആശങ്കകളോ നാളത്തെ തിരക്കുകളോ ഇപ്പോൾ വേണ്ട. ഈ നിമിഷം, ഈ സമാധാനം മാത്രം മതി. ഒരു മെഴുകുതിരി വെളിച്ചം പോലെ മനസ്സ് ശാന്തമാകട്ടെ. സുരക്ഷിതമാണ് എന്ന തോന്നൽ നിങ്ങളെ പുതപ്പിക്കട്ടെ. നല്ല ചിന്തകൾ മാത്രം മനസ്സിലേക്ക് വരട്ടെ. സമാധാനം, ശാന്തി, ഉറക്കം. പ്രിയ സ്വപ്നസഞ്ചാരി, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ശുഭരാത്രി നേരുന്നു.